പിതാവുത്തനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യ ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നാളും ചൊരിയപ്പെടുമാറാട്ടെ. ആമേൻ. ആദരണീയനും വന്യനുമായ തോമസ് അച്ഛൻ, പ്രിയ സഹോദരൻ അജിയച്ചൻ, കർത്താവിൽ ശ്രേഷ്ഠരായി ഇന്നേ ദിവസം കർത്തൃസന്നിധിയിൽ കർത്തൃപാദത്തിങ്കൽ ധ്യാനാത്മകമായി അല്പസമയം ദൈവവചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അനുഗ്രഹീതമായ ഈ ദേവാലയത്തിൻ്റെ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് കർത്തൃസന്നിധിയിൽ പെരുന്നാളിനായിട്ട് നിങ്ങളെ തന്നെ ഒരുക്കുവാനും പരിശുദ്ധാത്മാവിൽ ഈ പെരുന്നാൾ കൊണ്ടാടുവാനും നിങ്ങൾ കാണിക്കുന്ന ഈ ആത്മീയ ജാഗ്രതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള ഈ ദേവാലയത്തിൽ പരിശുദ്ധ മാതാവിനെ പ്രതി നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ പെരുന്നാളുകളും അനുഗ്രഹപ്രദവും ഇടവയ്ക്ക് ഏറ്റവും നന്മയ്ക്ക് ഉതകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ എല്ലാ ദേവാലയത്തിലും ഒരു ക്രോണോസ് ഉണ്ടായിരിക്കും. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ ദൈവമാതാവിൻ്റെ യഥാർത്ഥത്തിലുള്ള ആരാധനാ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. നമ്മൾ പൗരസ്ത്യ ദർശനത്തിലൊക്കെ നിൽക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മളെ ബാധിച്ചിരിക്കുന്ന വല്ലാത്തൊരു വ്യാധി അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധിയുണ്ട്. നമ്മൾ പാടുന്ന പാട്ടുകളിലും പ്രാർത്ഥനകളിലുമെല്ലാം പൗരസ്ത്യ വിശ്വാസത്തിനെ മറികടന്നുള്ള പ്രാർത്ഥനകൾ കടന്നുകൂടുന്നുണ്ടോ എന്നെനിക്ക് ചെറിയ സംശയമില്ലാതില്ല. ഞാൻ നിങ്ങളെ പ്രയാസപ്പെടുത്തുവാൻ വേണ്ടി പറഞ്ഞതല്ല, അല്ലെങ്കിൽ പറയുന്നതല്ല. ഞാൻ കുറച്ച് സമയം മുമ്പേ ഇവിടെ എത്തിയിരുന്നു. നിങ്ങളെല്ലാം ദേവാലയത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി ജാഗ്രതയോടെ വന്നിരിക്കുന്നു. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അല്പം പൗരസ്ത്യ ദർശനത്തിൽ നിന്ന് വ്യതിചലിച്ചുള്ള ഒരു വ്യാധി കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിയും. അതായത് നമ്മുടെ പാട്ടുകളിലും നമ്മളുടെ പ്രാർത്ഥനകളിലും. ഇപ്പോൾ തന്നെ ഞാനൊരു പാട്ട് പാടി, ആർക്കും അത് പാടാൻ പറ്റുന്നില്ല. നമ്മുടെ വിശുദ്ധ കുർബാനക്രമത്തിലുള്ള ഒരു പാട്ടാണ്. അതേസമയം നിങ്ങൾക്ക് പരിചിതമായിരിക്കുന്ന ഒരു പാട്ട് ഞാൻ പാടിയിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും ഏറ്റുപാടിയായി, അതിന് സംശയമൊന്നുമില്ല. അത് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, ഇന്നത്തെ കാലത്ത് ഉള്ള ക്രിസ്ത്യൻ ഗീതങ്ങളിലെ 98% നമ്മളുടെ വിശ്വാസത്തെ ഏറ്റുപറയുന്നത് കുറവാണ്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസപരമായിട്ട് ബന്ധപ്പെട്ട ഗീതങ്ങൾ വളരെ കുറവാണ്. ഉള്ളതുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പഴയ കാലത്തെ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ അല്ലെങ്കിൽ ഇക്കാലത്തെ പാട്ടുകളിലെല്ലാം നിഴലിച്ചു നിൽക്കുന്നത് ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായി മാത്രം ഫോക്കസ് ചെയ്യുന്ന പ്രാർത്ഥനകളും പാട്ടുകളുമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മറ്റെന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന്? എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമാണ്. പക്ഷെ അതിനോടൊപ്പം ചേർന്ന് വരുന്ന ചില ഒരു സ്വർഗീയ കുടുംബത്തിന്റെ സാരാംശമാണ്. എപ്പോഴും പറയാറുള്ള ഒരു വേദവാക്യമാണ് എഫേസ്യ ലേഖനം 3:16. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു എന്ന് പൗലോസ്ലീഹ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും ഒരു കുടുംബമാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പരിശുദ്ധ തൃത്വാരാധനയോടൊപ്പം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ആരാധന, സ്പർശം, വിശുദ്ധന്മാരുമായിട്ടുള്ള പങ്ക്, വാങ്ങിപ്പോരുമായിട്ടുള്ള പങ്ക്, ജീവനോടിരിക്കുന്ന
വിശ്വാസികളായ നമ്മളെല്ലാവരും, പരിപാലിക്കുന്ന എല്ലാവരും, ഇതെല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു വലിയ കുടുംബത്തിന്റെ ഭാഗമാണ് നമ്മൾ. അങ്ങനെ ഒരു സുവിശേഷ ഗാനം ഇന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പണ്ട് സാധു കൊച്ചു ഉപദേശം എഴുതിയിട്ടുണ്ട്, സ്നേഹിതർ നമുക്കുണ്ട് സ്വർഗത്തിൽ, ദൈവത്തിൻ ദൂതരും പരിശുദ്ധരും സ്നേഹം കൊണ്ടേശുവെ വാഴ്ത്തി പാടും, അവിടെ നമുക്കും പാടരുതോ. എന്താ ഈ പാട്ട് പോലും നിങ്ങൾക്കൊന്ന് ആത്മാർത്ഥമായിട്ട് ഉറച്ചു പാടുവാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിനേക്കാളൊക്കെ എന്ത് ശബ്ദത്തിൽ ഇതിന്റെ 1/4 ആൾക്കാർ മാത്രമേ അരമണിക്കൂർ മുമ്പുണ്ടായിരുന്നുള്ളൂ. അവർ എത്രമാത്രം ശബ്ദത്തിൽ ഇപ്പോഴത്തെ പുതിയ പാട്ടുകൾ പാടുന്നത് ഞാൻ കേട്ടു. നല്ലത് തന്നെ, അത് പാടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സത്തയുള്ള ഗീതങ്ങൾ, പ്രാർത്ഥനകളും നമ്മളിൽ നിന്ന് അന്യം വന്നു പോകുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട്. നമ്മുടെ ആരാധന മുഴുവൻ, അല്ലെങ്കിൽ വിശ്വാസ ജീവിതം മുഴുവൻ ഒരു വലിയ കുടുംബത്തോട് ചേർന്നാണ്. ആ കുടുംബത്തിൽ വളരെ റിച്ച്ഫുള്ളായിട്ടുള്ള ഒരു ലിറ്റർജി നമുക്ക് കൈമാറി തന്നിട്ടുണ്ട്. വളരെ റിച്ചാണ്. ആ ലിറ്റർജിയിലേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വല്ലാത്ത ആനന്ദവും സന്തോഷവും പറഞ്ഞറിയിക്കുവാൻ അപ്പുറത്തുള്ള ഒരു സംരക്ഷണവും നമുക്ക് ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം പുതിയാവ് സെന്റ് മേരീസ് എന്ന് പറയുന്നത് മലങ്കര സഭയിലെ വളരെ പ്രധാനപ്പെട്ടതും സഭയ്ക്ക് അഭിമാനിക്കാവുന്നതുമായ പ്രൗഢിയുള്ള ഒരു ദേവാലയമായിട്ട് നിലകൊള്ളുകയാണ്. ഞാൻ അറിയാതെ അപ്പുറത്തെ ദേവാലയത്തിലോട്ട് ചെന്നപ്പോഴാണ് അത് നിങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കിലാണ് എന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് പോരുകയായിരുന്നു. സഭയിൽ പരിശുദ്ധ മാതാവിനെ അവളുടെ എല്ലാ പെരുന്നാളുകളും വളരെ സൂക്ഷ്മതയോടെ കൊണ്ടാടുന്ന വളരെ ചുരുക്കം പള്ളികളിൽ ഒന്നാണ് പുതിയകാവ് സെന്റ് മേരീസ്. ഇന്നും നാളെയുമായിട്ട് പ്രത്യേകിച്ചും പരിശുദ്ധ മാതാവിന്റെ വിത്തുകളുടെ പെരുന്നാൾ കൊണ്ടാടുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം വിത്താണ്. മാതാവിന്റെ പെരുന്നാളുകൾ അനവധിയുണ്ട്. മാതാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെരുന്നാളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം ഒരു വിശുദ്ധന്റെയോ വിശുദ്ധയുടെയോ പെരുന്നാളുകൾ സഭയിലില്ല. അതായത് ജനുവരി 15-ാം തീയതിയാണ് വിത്തുകളുടെ പെരുന്നാൾ എന്ന് പറയുന്ന ഈ പെരുന്നാൾ കൊണ്ടാടുന്നത്. മെയ് 15-ാം തീയതി കൊണ്ടാടുന്ന മറ്റൊരു പെരുന്നാളുണ്ട്. അതിന്റെ പേര് നിങ്ങൾക്കറിയാമോ? കതിരുകളുടെ പെരുന്നാൾ എന്ന് പറയും. ഇനി ഓഗസ്റ്റ് 15-ാം തീയതി, അങ്ങനെ 3/15 ഓരോ പെരുന്നാൾ കൊണ്ടാടുന്നുണ്ട്. ഓഗസ്റ്റ് 15-ാം തീയതി കൊണ്ടാടുന്ന പെരുന്നാളിന്റെ പേര് എന്താണ്? വാങ്ങിപ്പിന്റെ പെരുന്നാൾ എന്നാണെങ്കിലും യഥാർത്ഥത്തിൽ ആ വാങ്ങിപ്പ് പെരുന്നാൾ മറ്റൊരു പെരുന്നാളുമായിട്ട് ലയനം ചെയ്തതാണ്, ചേർന്ന് പോയതാണ്. ആ പെരുന്നാൾ ഏതാണെന്ന് അറിയാമോ? അതും ഇതുപോലൊരു പഴത്തിന്റെ പെരുന്നാളാണ്. വിത്തുകളുടെ പെരുന്നാൾ, കതിരുകളുടെ പെരുന്നാൾ, പിന്നെ വരുന്നത് മുന്തിരിവള്ളിയുടെ പെരുന്നാൾ. അത് ഓഗസ്റ്റ് 15-നായിരുന്നു കൊണ്ടാടിക്കൊണ്ടിരുന്നത്. ആ മുന്തിരിവള്ളിയുടെ പെരുന്നാൾ പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോഹണവുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് വാങ്ങിപ്പ് പെരുന്നാളുമായിട്ട് ലയിപ്പിച്ചു. അങ്ങനെ 15-ാം തീയതി യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് 15-ാം തീയതി മുന്തിരിവള്ളിയുടെ പെരുന്നാളും മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും കൂടെ ഒന്നിച്ചായതാണ്. അതുകൂടാതെ ക്രിസ്മസ് കഴിയുന്നതിന്റെ പിറ്റേ ദിവസം കൊണ്ടാടുന്ന മറ്റൊരു പെരുന്നാളുണ്ട്. അതിന്റെ പേരെന്താണ്? പുകഴ്ച പെരുന്നാൾ എന്ന് പറയും. പുകഴ്ച പെരുന്നാൾ 2 തവണ കൊണ്ടാടുന്നുണ്ട്. ഈസ്റ്റർ കഴിഞ്ഞുള്ളതിന്റെ പിറ്റേ ദിവസവും മാതാവിന്റെ പുകഴ്ച പെരുന്നാൾ കൊണ്ടാടും. ഇനി അതുകൂടാതെ മാതാവിന്റെ പേരിൽ വചനിപ്പ് പെരുന്നാളുണ്ട്. അതും 2 തവണ നമ്മൾ കൊണ്ടാടുന്നുണ്ട്, അല്ലെങ്കിൽ 2 തവണ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. മാർച്ച് 25-ാം തീയതിയാണ് വചനിപ്പ് പെരുന്നാൾ എന്നുള്ള പെരുന്നാൾ നമ്മൾ കൊണ്ടാടുന്നത്. വെള്ളിയാഴ്ച വന്നാലും അന്നേ ദിവസം പെരുന്നാളായിട്ട് തന്നെ നമ്മൾ കൊണ്ടാടും. വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ
എന്നാൽ വിശുദ്ധ കുർബാന ചൊല്ലി നമസ്കാരക്രമങ്ങളെല്ലാം പെരുന്നാളിന്റെ രീതിയിൽ തന്നെ നടത്തി. എന്നാൽ പുറമെയുള്ള ആഘോഷങ്ങളൊക്കെ നമ്മൾ കഷ്ടാനുവാഴ്ചയാണ് ആ പെരുന്നാൾ വരുന്നതെങ്കിൽ നമ്മൾ ആ രീതിയിൽ കൊണ്ടാടും. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ കഷ്ടാനുവാഴ്ചയ്ക്ക് മാർച്ച് 25-ാം തീയതി എന്ന് പറയുന്ന കഷ്ടാനുവാഴ്ചയിൽ ഏതൊരു ദിവസമാണ് ഈ വർഷം വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈസ്റ്റർ എന്ന് പറയുന്നത് ഏപ്രിൽ 4-ാം തീയതിയാണ്. അത് ഓശാനിക്ക് മുമ്പാണോ? ഏതായാലും നൊയമ്പിലാണ് ഇത് സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് മറ്റ് ആഘോഷങ്ങളൊന്നുമില്ല. പക്ഷെ വചനപ്പ് പെരുന്നാൾ വളരെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ്. ഈ വചനപ്പ് പെരുന്നാൾ തന്നെ പൊതുശീത്ത മുതൽ എൽദോ പെരുന്നാൾ വരെയുള്ള ഓരോ ഞായറാഴ്ചയും നമ്മൾ ഓർക്കുന്ന കൂട്ടത്തിൽ ദൈവമാതാവിനുള്ള വചനിപ്പ്. ഇങ്ങനെ മാതാവുമായിട്ട് ബന്ധപ്പെട്ട് പെരുന്നാളുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് പൗരസ്ത്യ പിതാക്കന്മാർ വളരെ ബോധപൂർവം ക്രമീകരിച്ചിട്ടുള്ളതാണ്. അതിൽ ഒട്ടും പ്രാധാന്യം കുറവില്ലാത്ത ഒരു പെരുന്നാളാണ് വിത്തുകളുടെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പ്രാധാന്യമുള്ള ഒരു പെരുന്നാൾ തന്നെയാണ്. ഈ പെരുന്നാൾ കൊണ്ടാടണമെന്ന് ആദ്യം പറഞ്ഞതാരാണെന്നറിയാം. ഈ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് ആദ്യം പറഞ്ഞത് മാതാവിന്റെ പുത്രനായ യോഹന്നാൻ ശ്ലീഹയാണ്. യോഹന്നാൻ ശ്ലീഹ എഫേസോസിൽ ഒരു കൽപ്പന ഇറക്കിയിരുന്നു. എഫേസോസിലെ പ്രധാന ബിഷപ്പായിരുന്നു യോഹന്നാൻ ശ്ലീഹ. മാതാവിന്റെ നിര്യാണത്തിന് ശേഷം പരിശുദ്ധ മാതാവിനെ ജീവനോടിരിക്കുമ്പോൾ തന്നെ മാതാവിന്റെ നാമത്തിൽ അനേകം ഫീസ് അല്ലെങ്കിൽ പെരുന്നാളുകൾ അന്ന് മുതലേ, ആരംഭത്തിൽ മുതലേ, സഭയുടെ ആദിമകാലം തൊട്ടേ കൊണ്ടാടിയിരുന്നു. ഇത് ഇപ്പോഴത്തെ സഭകളോട് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമല്ല. യോഹന്നാൻ ശ്ലീഹ ഈ പെരുന്നാൾ കൊണ്ടാടണം, അതായത് കാർഷികമായ ബന്ധത്തോട് ചേർന്നിട്ടുള്ള വിത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഇങ്ങനെ ഒരു പെരുന്നാൾ നടത്തണം എന്നുള്ള കൽപ്പന ഇട്ടപ്പോൾ തന്നെ ആ പ്രദേശത്ത് ബ്ലോസം ഉണ്ടായെന്നാണ് പറയുന്നത്. അതായത് വിത്തുകൾ കതിരാകുവാനും കതിരുകൾ കായ്കളാകുവാനും തുടങ്ങി. ചിലത് പെട്ടെന്ന് സംഭവിക്കും. നിങ്ങൾ കൂണ് മുളയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ആർക്കും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി കുത്തിയിരിക്കണം. ഇല്ല, പാപ്പരാസികളൊക്കെ നടക്കുന്നത് പോലെ അതിന്റെ പുറകെ ക്യാമറയും കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. എപ്പോഴാണിത് പൊട്ടിമുളയ്ക്കുന്നതെന്ന് അറിയത്തില്ല. തലേന്ന് നോക്കുമ്പോൾ വളരെ ഡ്രൈ ആയിരുന്ന ഒരു പ്രദേശത്ത് പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ കൂണുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഇത് പെട്ടെന്ന് മുളച്ചു വരുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ ഒരു അനുഭവം യോഹന്നാൻ ശ്ലീഹയുടെ സമയത്ത് അദ്ദേഹം ഈ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ഉണ്ടായെന്നാണ് പറയുന്നത്. വേറെ ഒരു പരിശുദ്ധന്റെയോ വിശുദ്ധയുടെയോ അവർ ജീവനോടിരിക്കുമ്പോൾ പെരുന്നാളുകൾ നടത്തിയിട്ടില്ല. എന്നാൽ മാതാവിനെ നടത്തിയിട്ടുണ്ട്. അതാണ് സകല വംശങ്ങൾ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും എന്നുള്ള പരിശുദ്ധാത്മാവിന്റെ തന്നെ മാതാവിൽ കൂടെയുള്ള തന്നെ പറ്റിയുള്ള പ്രവചനം ഇന്ന് നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും മാതാവിനെ നിന്ദിക്കുന്നവരുടെ എണ്ണവും ഒട്ടും കുറവല്ല എന്നുള്ള കാര്യം സങ്കടപൂർവ്വം നിങ്ങളെ അറിയിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് വിത്തുകളുടെ പെരുന്നാൾ എന്ന് പറയുന്നത് കാർഷികമായി നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പെരുന്നാളാണെങ്കിലും ആന്തരികമായി അതിന് വേറെ പല അർത്ഥങ്ങളുമുണ്ട്. നമ്മളൊരു കാര്യം പ്രത്യേകമായ രീതിയിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കൊണ്ടാടുമ്പോൾ അതിന് ആന്തരിക അർത്ഥങ്ങളുമുണ്ട്. കാർഷികമായ വിളവുകളും വിത്തുകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട് അതിനെ ഫലഭൂഷ്ടമാക്കുവാൻ വേണ്ടി പരിശുദ്ധ മാതാവിന്റെ നാമത്തിൽ അർപ്പിച്ചുകൊണ്ട് അതിനെ അനുഗ്രഹിക്കുന്ന വലിയ ശ്രേഷ്ഠമായ ഒരു പെരുന്നാളാണ്. എന്നാൽ വിത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. നമുക്കതുകൊണ്ട് തന്നെ ശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെന്ന് തിരികൊണ്ടുവരികയാണ്. നിങ്ങൾ ഏതുദിവസവും ഉള്ളവർ ആരെങ്കിലും ഒന്ന് തുറന്ന് എടുത്തു വെച്ച് വായിച്ചു തന്നാൽ അനുഗ്രഹപ്രദമായിരിക്കും എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് ശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 3-ാം വാക്യം തൊട്ട് വായിക്കണം. മൈക്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കുമെന്ന് അറിയിക്കും. അല്ലെങ്കിൽ ഒരു മൈക്ക് അങ്ങോട്ടൊന്ന് കൊടുക്കാം. അവൻ പടകിൽ കയറിയിരുന്നു, പുരുഷാരമെല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലത് ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു.
വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്തേറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായിക ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി, വേറില്ലായികയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിന്നെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. കർത്താവ് ഏതെങ്കിലും ഒരു ഉപമ വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഉപമ മാത്രമാണ്. ഉപമ എന്തിനാണ് പറയുന്നത്? ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുവാൻ ഉപമകളായി പല കാര്യങ്ങളും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഉപമ ശിഷ്യന്മാർക്ക് പോലും അങ്ങോട്ട് പിടികിട്ടിയില്ല. വളരെ ലളിതമായിട്ട് കർത്താവ് പറഞ്ഞ ഈ ഉപമ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടി വന്നു. ശിഷ്യന്മാർ കർത്താവിനോട് ഒന്ന് ചോദിക്കുന്നുണ്ട്, ആ ഉപമ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. കർത്താവിനെ ശകാരിക്കുന്നുണ്ട്, നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലയോ? നിങ്ങൾക്കെന്താണ് ഇത് മനസ്സിലാകാത്തത്? ഞാൻ ഉപമകളായി പറയാൻ പോകുന്നത് സാധാരണക്കാരോടാണ്, പക്ഷെ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാത്തത് എനിക്ക് പ്രയാസം ഉണ്ടാക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സഭാമക്കളോട് നമുക്ക് പറയേണ്ടി വരികയാണ്. കാരണം പൗരസ്ത്യ ആരാധനാക്രമത്തിന്റെ റിച്ച്നെസ് നമുക്ക് മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളത് വളരെ പരിതാപകരമായ കാര്യമാണ്. പരിശുദ്ധ മാതാവിനെ പറ്റിയുള്ള ധ്യാനാത്മകമായ ചിന്തകളും ഗീതങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സഭയിൽ നമ്മൾ ഇത് വെറും ഒരു കുറച്ചോട് പോലെ മാത്രം കണ്ടിരിക്കുകയാണ്. എന്നിട്ട് അകത്തെല്ലാം നമുക്കിഷ്ടമുള്ള രീതിയിലുള്ള പ്രാർത്ഥനാ ക്രമങ്ങൾ ക്രമീകരിക്കുകയാണ്. എന്നിട്ട് പുറംകോടിയിൽ ദൈവമാതാവിന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അവസാനിപ്പിക്കാം. അകത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ മുഴുവൻ ഈ നമ്മൾ ഒരു വേദശാസ്ത്രത്തിന്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതൊരു ബന്ധമാണ്, അത്രയും മാത്രം മനസ്സിലാക്കുക. ഇതൊരു ബന്ധമാണ്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ ക്രമീകരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു സന്തോഷവും ഒരു ആനന്ദവും ഉണ്ടാവും. അപ്പോൾ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാനുള്ള വരം നമുക്ക് തന്നിട്ടുണ്ട്. അതൊരു വരമാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വരത്തെ പറ്റി എന്തെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? കർത്താവേ, എനിക്ക് നിന്റെ രഹസ്യങ്ങളെ അറിയുവാനുള്ള വരം തരണം. ക്രിസ്തു പരിജ്ഞാനീയം എന്ന് പറയും. ആ പരിജ്ഞാനീയം അറിയുവാനുള്ള വരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിന് സൗരഭ്യവാസിനിയായി മാറും എന്ന് കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 2 കോരിന്ത്യർ 2-ാം അധ്യായം എടുക്കാം. 2 കോരിന്ത്യർ 2-ാം അധ്യായം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു എന്നൊരു വചനമുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. 2-ാം അധ്യായം, അതെ 2 കോരിന്ത്യർ 2-ാം അധ്യായം 14-ാം വാക്യം. എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് ക്രിസ്തു ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെയിടയിലും ഞങ്ങൾ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയാം. അപ്പോൾ അതിലേക്കാണ് ഞാൻ അല്പസമയം നിങ്ങളെ ക്ഷണിക്കുവാൻ പോകുന്നത്. വിത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥയിൽ നമ്മൾ നടത്തുന്ന ഈ വലിയ പെരുന്നാൾ കാർഷികമായി ഭൂമിയിൽ വിതയ്ക്കപ്പെടുന്ന വിത്തുകളെ കൂടാതെ ആത്മീയമായി നമ്മൾ ചിതറിക്കുന്ന വിതറുന്ന വിത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആത്മീയമായ ഒരു ഉണർവ് നമുക്കുണ്ടാകുവാൻ ഈ ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതുകൊണ്ട് വിത്തുകളുടെ ഭൂമിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കർത്താവ് പറയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയിരിക്കും? തനിയെ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെയധികം ഫലം കായ്ക്കും.
അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യമാണ്. വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യത്തിലാണ് ആ കാര്യം പറയുന്നത്. എന്താണ്? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെയധികം ഫലം കായ്ക്കും. കിട്ടിയോ? വാക്യം കിട്ടിയോ? കിട്ടി. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഇനി വേറൊരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊടുക്കുകയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് വേണം നമുക്ക് ചിന്തിക്കാൻ. ആദ്യമേ ഞാൻ മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ, മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ, ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു, അദ്രവത്വത്തിൽ ഉയർത്തുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, തേജസ്സിൽ ഉയർത്തുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു, ശക്തിയിൽ ഉയർത്തുന്നു. അത്രയും മതി, അത്രയും മതി. ഇനി നിങ്ങൾ വായിക്കേണ്ട വചനം എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 8-ാം വാക്യം. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതും ആകുന്നു. ഇനി നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് തിരിച്ചു വരാം. ഇത്രയും വചനങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ കിടന്നുള്ളൊക്കെ അത് നമുക്ക് പിന്നീട് ഉപകാരപ്പെടും. കർത്താവ് ഒരു ഉപമ പറയുകയാണ്. വിതയ്ക്കാൻ ഒരു കർഷകൻ പുറപ്പെടുകയാണ്. അവൻ ഇങ്ങനെ വിതച്ചുകൊണ്ടേയിരുന്നു. 4 പ്രത്യേക പ്രതലത്തിലാണ് ഈ വിത നടന്നത്. ഒന്ന്, ചിലത് വഴിയിൽ വീണു, വഴിയരികിൽ വീണു. മറ്റു ചിലത് പാറപ്പുറത്ത് വീണു. വേറെ ചിലത് ഉള്ളിനിടയിൽ വീണു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ശിഷ്യന്മാർ ഇതിന്റെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് വളരെ ലളിതമായിട്ട് ഇത് വചനമാകുന്ന വിത്താകുന്നു എന്ന് പറയും. നിങ്ങൾ ഈ പാട്ടൊന്ന് എനിക്ക് പാടിത്തരാമോ? കർത്താവ് അരുളി ചെയ്തു ഞാൻ ജീവൻ പാട്ടിൽ ശ്രദ്ധിച്ചോ? നല്ല നിലം തുല്യം അറിയാം കൈക്കൊണ്ടാൽ ഉദരെ. എന്താണ് കൈക്കൊണ്ടത്? കർഷകനെ പോൽ ഗബ്രിയേൽ വിതച്ച വചനം നല്ല നിലം തുല്യം കൈക്കൊണ്ടാൽ ഉദരെ. നല്ല നിലത്ത് വചനത്തെ സ്വീകരിച്ചപ്പോൾ അതെന്തായിട്ട് മാറി? ആ വചനം ജഡമായിട്ട് മാറി. അതായത് ഫലപുഷ്ടിയുള്ള നല്ലൊരു വൃക്ഷമായിട്ട് മാറി. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ഹൃദയ വയലിനെ നമ്മളൊന്ന് ഒരു പരീക്ഷണത്തിന് വയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ ഹൃദയ വയലിൽ നല്ല നിലം, നല്ല പ്രതലം ഉണ്ടോ? നമ്മളിങ്ങനെ എത്രയോ കാലമായിട്ട് ആരാധന നടത്തുന്നു, പ്രാർത്ഥന നടത്തുന്നു, പെരുന്നാളുകൾ നടത്തുന്നു. ഇതിനൊന്നും നമുക്ക് ആർക്കും ഒരു കുറവുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണോ? എന്തെങ്കിലും ദൈവത്തോട്, കർത്താവിനോട് കൂടുതൽ അടുക്കുവാനുള്ള എന്തെങ്കിലും ക്രമീകരണം കഴിഞ്ഞ പെരുന്നാളിനേക്കാളും കൂടുതൽ ഈ പെരുന്നാളിൽ നമ്മളിൽ ഉണ്ടായോ?
നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് ശോധന ചെയ്ത് മുമ്പോട്ട് നീങ്ങേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മുടെ ഹൃദയവയലുകളിൽ ഇപ്പോൾ മുള്ളും പറക്കരയുമാണോ, അതോ വഴിയരിയിൽ ആർക്കും കയറി നടക്കത്തക്കവണ്ണമുള്ള ഒരു പ്രതലമായിട്ട് അവശേഷിപ്പിച്ചിരിക്കുകയാണോ, അതോ അല്ല കട്ടിയായ പാറപ്പുറം പോലെ ഇരിക്കുകയാണ്? വചനമാകുന്ന വിത്താണ് മാതാവ് സ്വീകരിച്ചത്. എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമുണ്ട്, ദൈവമാതാവ് സ്വീകരിച്ചത് ദൈവത്തിന്റെ വചനം. അത് അവളുടെ ഉള്ളിൽ നല്ല നിലത്ത് വീണപ്പോൾ അത് ജഡമായിട്ട് മാറി, അല്ലെ? ജഡമായിട്ട് മാറി. നമ്മൾ ഈ ഇപ്പോൾ പാടിയ പാട്ടിന്റെ അവസാനത്തെ വരി ഇത് കണക്റ്റഡ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? കർഷകനെ ഇപ്പോൾ ഗബ്രിയേൽ വിധിച്ചു, നല്ല നിലം തുല്യം പറയാൻ കൈക്കൊണ്ടാൾ ഉദരെ. അതിനെ എന്തായിട്ടാണ് കാണുന്നത്? ദൂതസമാനം ത്രോണോസിൽ പട്ടക്കാർ കയ്യിൽ ഘോഷിച്ചിടുന്നു. അപ്പോൾ ദൈവമാതാവ് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം വചനത്തെ ഉള്ളിലേക്ക് കയറ്റി അത് അവിടെ ഒരു ജീവവൃക്ഷമായിട്ട് വളർന്നു. അത് ജഡമായി. മാതാവിന് മാത്രം കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യമാണത്. വചനം ഉള്ളിൽ കയറിയപ്പോൾ ജഡമായിട്ട് ദൈവം അവളുടെ ഉള്ളിൽ മാറി. നമ്മളോട് കർത്താവ് കൽപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അല്ലെങ്കിൽ മാതാവിന്റെ പ്രാർത്ഥനയാൽ നമ്മളോട് കൽപ്പിക്കുന്നത് നമ്മൾ ഈ ജഡത്തെ ഭക്ഷിക്കണം. മാതാവ് വചനത്തെ ഭക്ഷിച്ചു. ഇങ്ങനൊരു വചനമുണ്ട്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവമാതാവ് വചനത്തെ ഭക്ഷിച്ച് ജഡമായപ്പോൾ ത്രോണോസിൽ കൂടി പട്ടക്കാർ നിങ്ങൾക്ക് കൈമാറി തന്നിരിക്കുന്നത് ആ മഹോദ്ധീകരിക്കപ്പെട്ട ശരീരത്തെയാണ്. അത് ഭക്ഷിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പ്രസവിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? അതായത് നിങ്ങൾ ഞാൻ പറയുമ്പോൾ എന്നെ കൂടെ ചേർത്താണേ. കർത്താവിന്റെ ശരീരം മാതാവിന്റെ ഉള്ളിൽ ഉദരം ചെയ്തത് വചനത്തെ ഭക്ഷിച്ചതുകൊണ്ടാണെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു, ആ ശരീരം നിങ്ങൾ ഭക്ഷിക്കുകയും ഞാൻ എന്റെ ശരീരം നിങ്ങൾ തരുന്നത് ഭക്ഷിക്കുകയും. പക്ഷേ നമ്മൾ പ്രസവിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? വചനത്തെയാണ്. വചനത്തെയാണ്. നിന്റെ വായിൽ വചനം വന്നിരിക്കണം. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലുണ്ട്, നിന്റെ വചനം നിന്റെ വായിലും നിന്റെ സമീപത്തുമായിട്ട് ഇരിക്കണം. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ വചനത്തെ പ്രസവിക്കത്തക്കവണ്ണം കർത്താവിന്റെ ശരീരം ഭക്ഷിച്ചതിനാൽ സാധിച്ചിട്ടുണ്ടോ? അതോ എല്ലാ ദിവസവും കുർബാനയൊക്കെ അനുഭവിക്കുന്നുണ്ട്, അല്ലേ? വിശുദ്ധ കുർബാനയൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതിനൊന്നും ആർക്കും ഒരു കുറവില്ല. വിശുദ്ധ കുർബാന കാണുന്നുണ്ട്, ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ധ്യാന പ്രസംഗം നടത്തുന്നുണ്ട്, കുർബാന ചൊല്ലുന്നുണ്ട്, ചൊല്ലിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം പഴയ മനുഷ്യൻ തന്നെ. അപ്പോൾ നമുക്ക് രൂപാന്തരം വരുന്നില്ല. അത് വല്ലാത്തൊരു അപകടമാണ്. വല്ലാത്ത അപകടമാണ്. നമ്മൾ ഓരോ ദിവസവും മുന്നോട്ടുള്ള യാത്രയാണ്. നിൽക്കുന്നിടത്ത് നിന്നാൽ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തുമോ? നമ്മളെ ഒരു യഥാസ്ഥാനത്താക്കി കർത്താവ് നിർത്തിയിരിക്കുകയാണ്. പരിശുദ്ധ മാമോദീസയിൽ കൂടി പരിശുദ്ധാത്മാവിന്റെ ആ വലിയ ശ്രേഷ്ഠതയേറിയ തേജസ്സുള്ള വിത്ത് നിന്റെ ഹൃദയ വയലിൽ ഇപ്പോൾ പകർന്നിട്ടുണ്ട്. മാമോദീസയിലാണ് ഈ വിത്ത് കിട്ടിയത്. പരിശുദ്ധാത്മാവെന്നുള്ള വിത്ത് വചനമായി നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിച്ചു. ആ കുഞ്ഞിന് വിശുദ്ധ കുർബാന കൊടുത്ത് നല്ല നിലത്ത് അത് നട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും മാമോദീസ സമയത്ത് നിന്ന ആ അവസ്ഥയ്ക്ക് ഇരുട്ട് വന്നിട്ട് അവിടെ തന്നെ നമ്മൾ നിൽക്കുകയാണ്. മുമ്പോട്ടെടുത്തിട്ടില്ല. എഴുന്നേറ്റ് നിന്നാലും പോരാ, മുമ്പോട്ട് നടക്കണ്ടേ? ഓരോ പെരുന്നാൾ കഴിയുമ്പോഴും നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് മാറിക്കൊണ്ടിരിക്കണ്ടേ? അതോ പെരുന്നാൾ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ വീട്ടിലുള്ളവർ തന്നെ പരസ്പരം സാഹോദര്യമില്ലാത്ത അവസ്ഥയിലോ പിണക്കത്തിലോ ആണെങ്കിൽ അത് തന്നെയാണ് നിലനിർത്തി പോരുന്നെങ്കിൽ ആ വിശുദ്ധ കുർബാന കൊണ്ടും ആ പെരുന്നാൾ കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? പെരുന്നാളുകൾ ആഘോഷിക്കുന്നത്, എസ്പെഷ്യലി പരിശുദ്ധ മാതാവിന്റെ പെരുന്നാളുകൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ മാതാവിനെ പോലെ ആകാനാണ്. മാതാവിനെ പോലെ ആകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്ഥാനം നമുക്ക് കർത്താവ് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ ഇഷ്ടം ചെയ്ത് നമ്മൾ ജീവിക്കേണ്ടി വരും. അതിനായിട്ടുള്ള കൃപയ്ക്കായിട്ടും അനുഗ്രഹത്തിനായിട്ടും പ്രാർത്ഥിക്കുവാനും അനുഗ്രഹം നേടുവാനുമായിരിക്കുന്ന ഓരോ പെരുന്നാളുകൾ നമ്മൾ കൊണ്ടാടേണ്ടത്. പക്ഷെ നമ്മൾ അറിയാതെയൊക്കെ ഈ മാതാവിന്റെ പെരുന്നാളുകളെയും മാതാവിനുള്ള പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയും എല്ലാം വെറും
താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു ലൗകിക സാധ്യതകളായിട്ട് മാത്രം മാറ്റിയിരിക്കുകയാണ്. എന്നാൽ പൗരസ്ത്യ ആരാധന നിറയെ മുഴുവൻ മാതാവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ദൈവിക ജ്ഞാനം നമുക്ക് തരുന്ന രീതിയിലാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കാതെ നമ്മൾ ഓർത്തഡോക്സ് വിശ്വാസികൾ തന്നെ മാതാവിനെ വെറും ആ വാക്ക് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, കച്ചവട ചരക്കായിട്ട് മാത്രം മാറ്റിയെടുത്തിരിക്കുകയാണ്. കാരണം നമുക്ക് ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം സാധിച്ചാൽ മതി. ലോകത്തിലെ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാൻ വേണ്ടി ഒരു മധ്യസ്ഥ, അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം ത്യാഗങ്ങൾ എടുക്കണോ അതെല്ലാം എടുക്കും. എന്നാൽ മാതാവിന്റെ പുകഴ്ച പെരുന്നാൾ എന്നുള്ള പേരിട്ടിരിക്കുന്നത് മാതാവിന്റെ ആ പുകഴ്ചയെ നമ്മൾ പങ്കാളികളാവുകയാണ്. പക്ഷെ അതിനായിട്ട് നമുക്ക് ഒരു പ്രത്യേക ഒഴുക്കമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇങ്ങനെ ഒരു സ്വാഭാവിക ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരാണ് നമ്മൾ തന്നെ വിചാരിക്കുകയാണ്. അങ്ങനെയല്ല, നമുക്ക് ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കേണ്ടിയിരിക്കുന്നു. പെരുന്നാളുകൾ ക്രിസ്തുവിലേക്ക് നമ്മളെ അടുപ്പിക്കാനാണ്. അതിനായിട്ട് നമ്മളെ അതിലേക്ക് വലിച്ചിടുന്ന പ്രധാന കണ്ണിയാണ് പരിശുദ്ധ മാതാവ്. ആരാധനയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളൊരു പ്രാർത്ഥനാക്രമം എടുത്ത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. അവിടെ പരിശുദ്ധ മാതാവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിറഞ്ഞ് നിന്നുകൊണ്ടേയിരിക്കും. അത് പിതാക്കന്മാരുടെ പ്രത്യേകമായ രീതിയിൽ അത് ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഹൃദയ വയലുകളിൽ നിക്ഷേപിക്കേണ്ട ഈ നിക്ഷേപം ഈ വചനമാകുന്ന വിത്താണ്. പക്ഷേ ഇത് നിക്ഷേപിക്കുമ്പോൾ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് അത് വഴിയരികെ വീണ് കിടക്കുന്ന പോലെ ആയിപ്പോയിരിക്കുകയാണ്. എന്താണ് വഴിയരികയുടെ പ്രശ്നം? വഴിയിൽ വീണ വിത്തിന്റെ പ്രശ്നം എന്താണ്? വഴിയിൽ വീണ വിത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നടക്കുന്ന സ്ഥലമാണ് വഴി. എല്ലാവരും കയറി പോകും. ഒരു പബ്ലിക് പാത്ത് എന്ന് പറയുന്നത് എല്ലാവരും കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വചനത്തെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ വചനം അവിടെ പുഷ്പിക്കത്തില്ല. നിങ്ങളെല്ലാവരും വേദോത്സവം ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് ഞാൻ പറയേണ്ടി വന്നത്, പൊതുവെ നമുക്ക് വചനമായിട്ടുള്ള ബന്ധം വളരെ കുറവാണ്. മറ്റ് സഹോദരങ്ങളുടെ അത്രയൊന്നും വചനം പ്രാധാന്യമുള്ളതാണെന്ന് എന്തുകൊണ്ടോ നമുക്ക് തോന്നുന്നില്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ വചനാടിസ്ഥാനമില്ലാതെ നമുക്ക് ആരാധനയുടെ ഭാഗമാകുവാൻ കഴിയില്ല. ഇത് ജീവന്റെ വചനമാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇതിനകത്ത് ജീവനുണ്ട്. അത് എവിടെയെങ്കിലും തോന്നുന്ന പോലെ നമ്മൾ അതിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജീവൻ നമുക്ക് കിട്ടുകയില്ല. വളരെ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ വേദോത്സവത്തെ കൈകാര്യം ചെയ്യുന്ന രീതി എങ്ങനെയാണ്? എല്ലാം വേദോത്സവത്തിലുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. സഭയുടെ അടിസ്ഥാനത്തിന്റെ മൂലധനം വേദോത്സവമൊന്നുമല്ല. അതിന് വേറെ പല കാര്യങ്ങളുമായിട്ട് ചേർന്നിരിക്കുകയാണ്. കാരണം സഭയാണ് വേദോത്സവത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഇതിന് അടിസ്ഥാനമാണല്ല, അങ്ങനെയും പറയേണ്ടി വരും. പക്ഷെ ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണ്? ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് സ്വന്തമായിട്ടൊരു വേദോത്സവം ഉണ്ടോ? ആദ്യത്തെ ചോദ്യം അതാണ്. നിങ്ങൾക്കെല്ലാം സ്വന്തമായിട്ടൊരു വേദപുസ്തകം, കർത്താവിന്റെ വചനം കയ്യിലുണ്ടോ? വീട്ടിൽ 5 അംഗങ്ങൾ ഉണ്ടെങ്കിൽ ആ 5 പേർക്കും ഓരോ വേദപുസ്തകം വീതം ഉണ്ടോ? അത് ഒരു വേദപുസ്തകം ഇട്ട് കോമൺ ആയിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴിയിലുള്ള കിടപ്പാണോ? ആർക്കും വന്ന് കയറാം. ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വേദപുസ്തകം ഡൈനിങ് ടേബിളിന്റെ മേലിലൊക്കെ ഇരിക്കുന്നതാണ്. അതവിടെ വെച്ചേക്കുകയാണ്. അവിടെ ചോറ് കഴിക്കുന്ന സ്ഥലമാണ്, അവിടെ മൊബൈൽ വെച്ച് സിനിമ കാണുന്ന സ്ഥലമാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നൊരു ചോദ്യം വരും. നമ്മൾ ഇതിന് കൊടുക്കുന്ന ബഹുമാനം എന്താണ്? രാവിലെയും വൈകിട്ടും നമ്മൾ വേദപുസ്തകം വായിക്കണം എന്നുള്ളൊരു ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ? വചനത്തോടുള്ള ദാഹം. ഇതിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടപെടാതെ അതിന്റെ ധ്യാനമാകും. അങ്ങനെ ഒരു പ്രിയം നമുക്ക് വന്നിട്ടുള്ളൂ, വചനത്തോടുള്ള ആ ഒരു ദാഹം. ദൈവം അയച്ചവൻ അവന്റെ വചനം പ്രസ്താവിക്കുന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം
3:34 പറയുന്നത്. ദൈവം അയച്ചവൻ അവന്റെ വചനം പ്രസ്താവിക്കുന്നു. കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ വചനം അവർക്ക് കൊടുത്തിരിക്കുന്നു. പിതാവിനോടുള്ള പ്രാർത്ഥനയാണ്. മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഞാൻ നിന്റെ വചനം അവർക്ക് കൊടുത്തിരിക്കുന്നു. ആ കർത്താവ് തന്നെ അവർക്ക് കൊടുത്തു. അപ്പോൾ കർത്താവ് തന്നെ വചനമാകുന്നു, ജഡമായവൻ വചനം തന്നെയാകുന്നു. ആ വചനം തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് ബോധ്യമാകണമെന്നുണ്ടെങ്കിൽ വചനത്തോടുള്ള ഇഷ്ടം നമ്മളിൽ ഉണ്ടോയെന്ന് നമ്മളെ തന്നെ ശോധന ചെയ്താൽ മതി. നമുക്ക് തോന്നുന്ന സമയത്തും തോന്നുന്ന നേരത്തും അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രം എടുത്ത് കൈകാര്യം ചെയ്യേണ്ട ഒരു പുസ്തകമാണോ ഇത്? എനിക്കൊരു കാര്യം ഉറപ്പാ, എന്തെങ്കിലും പ്രയാസമോ ദുഃഖമോ ജീവിതത്തിൽ വന്നിട്ടുള്ളവരെല്ലാം വചനത്തോട് ഇഷ്ടം വരും. കാരണം ഇതിനകത്ത് അതിനുള്ള മരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു മോട്ടിവേഷൻ സ്പീക്കർ അല്ല. ഇത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സാധനമല്ല. ഇത് ആത്മാവിന് പരിപോഷണം നൽകുന്നതാണ്. ഇന്ന് പല ദൈവീക ഉപദേശങ്ങൾ പോലും മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്നത് പോലെ ആയിട്ടുണ്ടോ എന്ന് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം മൂല്യങ്ങളെ പ്രഘോഷിക്കുന്നതല്ല സുവിശേഷം. അതായത് നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, ഈ കാര്യങ്ങളെ പ്രഘോഷിക്കുന്നതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുകയും, അതാണ് സുവിശേഷം. അതായത് നമ്മൾ പ്രഘോഷിക്കുന്ന മൊത്തവും ജീവന്റെ വചനമായിരിക്കണം, ജീവന്റെ സുവിശേഷമായിരിക്കണം. അതായത് ക്രിസ്തുവിനെ തന്നെ ആയിരിക്കണം. വേറെ ഒന്നിലേക്ക് ഫോക്കസ് ആവാൻ പാടില്ല. അങ്ങനെ ഒരു ഫോക്കസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വചനം ഉള്ളിൽ കയറണം. അപ്പോൾ രാവിലെയും വൈകിട്ടും ഇത് വായിക്കുവാനുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? അതായത് വെറുതെ വായിച്ചുകൂടാന്നുള്ളതല്ല, ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോൾ ഒരാളുടെ പ്രസൻസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. ആ ആൾ മറ്റാരുമല്ല, കർത്താവായ യേശുക്രിസ്തു തന്നെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ കൂടെ മറ്റു പലരുടെയും പ്രസൻസ് നിങ്ങൾക്കുണ്ടാവും. ഇതൊരു ഹാലൂസിനേഷൻ അല്ല, ഞാനത് എടുത്തു പറയുക. ഇപ്പോൾ വിശുദ്ധ കുർബാന ചൊല്ലുന്ന പുരോഹിതന്മാരോട് ചോദിച്ചാൽ അവർക്ക് ചില കാര്യങ്ങൾ കുർബാന ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രത്യേക ആത്മീയ അനുഭവങ്ങളുണ്ട്. ഞാൻ ഇന്ന് രാവിലെ കുർബാന ചൊല്ലിട്ട് വരുന്ന ആളാണ്. എനിക്ക് ചില കാര്യങ്ങളുണ്ടായി. അത് നിങ്ങളോട് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമാണ്. അത് പറയാൻ പറ്റില്ല. കാരണം പലരും പല രീതിയിൽ എന്നെ വ്യാഖ്യാനിക്കും. അത് നിങ്ങൾ പറയും ഹാലൂസിനേഷൻ ആണെന്ന് പറയുന്നത്. ഹാലൂസിനേഷൻ അല്ല, അത് റിയാലിറ്റിയാണ്, ജീവനാണ്. അച്ഛൻ എൻ്റെ കാര്യം സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇന്നപോലെ ലിറ്റർജിയിലൊക്കെ മ്യൂസിക് കാര്യങ്ങളുമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണെന്ന് പറഞ്ഞു. ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, സത്യമാണ്. പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ചെയ്യാത്തതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, അതിനേക്കാൾ വിലപ്പെട്ട ഒരു സാധനം ഞാൻ കണ്ടെത്തിയത് കൊണ്ടാണ്. ഞാനിപ്പോൾ വിചാരിക്കുകയാണ്, ഞാൻ എന്തിനാണ് ഇത്രയും കാലം ഈ വലിയ പ്രയോജനമൊന്നും ഇല്ലാത്ത അതിൻ്റെയൊക്കെ പുറകെ പോയത്. അതൊക്കെ ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളായിരിക്കാം, അതുകൊണ്ട് പ്രയോജനങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായേക്കാം. പക്ഷേ നമ്മൾക്ക് അതിലും ശ്രേഷ്ഠമായതും ജീവന്റെ വചനം. എങ്കിലും വായിക്കുന്നതിന് മുമ്പായിട്ട് ശുശ്രൂഷക്കാരൻ ഓർമ്മിക്കുന്നു, നാം ഭയത്തോടും അടക്കത്തോടും ചെയ്തു കൊടുക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ എവങ്കേലിയോൻ ശ്രദ്ധയോടെ കേൾക്കണം എന്ന് പറയുമ്പോൾ പട്ടക്കാരൻ പറയുന്നതാണ്, പരിശുദ്ധ കന്യാമറിയാമിന്റെ ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനം. അപ്പൊ ആ ജീവൻ ഉള്ള എന്നുള്ളത് ഇൻവേർട്ടഡ് കോമയിലിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് വായിക്കുമ്പോൾ ഈ ജീവൻ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അതോ വെറുതെ ഇങ്ങനെ വായിച്ചു വിടുകയാണ്? ഈ ജീവൻ അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ വഴിയരികെ വീണ പോലെ വിത്തിട്ടാൽ അത് കിട്ടില്ല. കാരണം ഇത് കർത്താവിന്റെ വചനമാണെങ്കിൽ കർത്താവിന് പ്രാധാന്യം കൊടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മെത്രാപ്പോലീത്ത ഇങ്ങോട്ട് കയറി വരികയാണെന്ന് വിചാരിക്കുക. ഞാൻ ഉൾപ്പെടെ നിങ്ങളുടെ എല്ലാം രീതികൾ പെട്ടെന്ന് മാറും. ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് മാറി നിൽക്കും. തിരുമേനിയോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ പറയും.
അതായത് പദവിയിലും പ്രായത്തിലും നമ്മളെക്കാളിൽ ശ്രേഷ്ഠരായ ഒരു വ്യക്തിത്വം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില രീതികളുണ്ട്. ആ ആൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം, അല്ലെങ്കിൽ ആ ആൾ അവിടെ നിൽക്കില്ല. മാന്യനാണെങ്കിൽ നിൽക്കില്ല. ആത്മീയതയിലുള്ള കാര്യമല്ല പറഞ്ഞത്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരുന്നെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരുന്നെന്ന് വിചാരിക്കുക. അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന കസേര ഏറ്റവും ഒന്നാമത്തെ ആയിരിക്കും. രണ്ടാമത്തെ കൊടുത്താൽ അയാൾ അവിടെ നിൽക്കില്ല, എണ്ണിച്ചു പോകും. അയാളുടെ സ്ഥാനം എങ്ങനെയാണ്? രാജാതി രാജനും കർത്താതി കർത്താവ്. തീമോഥെയോസ് 6:5 വചനമുണ്ട്, എനിക്ക് വലിയ ഇഷ്ടമാണ്. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും മനുഷ്യൽ ആര് കാണാൻ കഴിയാത്തവനും കാണാത്തവനുമായവൻ തക്ക സമയത്ത് തന്റെ പ്രത്യക്ഷത വരുത്തുന്നതാണ്. ധന്യനായ ഏകാധിപതി. അപ്പോൾ രാജാതി രാജാവ് അവനാണ് വരുന്നത്. അപ്പൊ രാജാതി രാജാവ് വന്നാൽ ഒന്നാം സ്ഥാനം. ജീവന്റെ വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രസൻസ്, കർത്താവിന്റെ പ്രസൻസ്, സാന്നിധ്യം സ്പഷ്ടമായി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അതൊരു ഹാലുസിനേഷൻ അല്ല, അത് ജീവന്റെ വചനം തന്നെയാണ്, അത് ജീവനായ കർത്താവ് തന്നെയാണ്. മാത്രമല്ല, നിങ്ങൾ വായിക്കുന്ന ഓരോ വരികൾക്കിടയിലും ഈ വ്യക്തിയെ കാണുവാൻ പറ്റും. വ്യക്തിയായിട്ട് കർത്താവ് നിങ്ങളുടെ മുമ്പിൽ വന്നു നിങ്ങളോട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് മർമ്മങ്ങൾ പറഞ്ഞു തരുന്നത്. കർത്താവ് ഇങ്ങോട്ട് പറയും, അത് നമുക്ക് കേൾക്കാൻ നമ്മുടെ ആന്തരിക ചെവികൾ തുറക്കപ്പെടണം. ആന്തരിക ചെവികൾ തുറക്കപ്പെടണം. ഇത് കേൾക്കുന്ന സാധനമാണ്. നമ്മൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്ന അങ്ങോട്ട് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല. സത്യത്തിൽ നമുക്ക് അങ്ങോട്ടൊന്നും പറയാനില്ല. എന്താണ് പറയാനുള്ളത്? നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ സകല ആവശ്യങ്ങളും അവൻ അറിയുന്നു. പിന്നെ എന്താണ് പ്രാർത്ഥിക്കാനുള്ളത്? അതുകൊണ്ടാണ് വിശുദ്ധന്മാർ ഇത്തരം പ്രാർത്ഥനകളെല്ലാം മാറ്റി അവസാനം പ്രാർത്ഥനകളെല്ലാം ആകത്തുകയായിട്ട് ഒരു 2 വരി പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് പറയാമോ? നമ്മളൊരു ആരാധനയിൽ ഒരു 500 തവണയെങ്കിലും അത് പറയും. എന്താണ് ആ പ്രാർത്ഥന? കർത്താവേ, പാപിയെ എന്നോട് കരുണയുണ്ടാകണമേ. ഇത്രയുള്ള പ്രാർത്ഥന. പക്ഷെ നമ്മൾ ഇങ്ങനെ അങ്ങ് എഴുതി കൂട്ടി അല്ലെങ്കിൽ പറഞ്ഞു കൂട്ടി ഒരുപാട് കാര്യങ്ങൾ ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നത് പോലെയാണ്. വേണ്ടാന്നല്ല, ചോദിക്കണം, വേണ്ടാന്നല്ല, അതൊന്നും ഞാൻ നിഷേധിക്കുകയല്ല. പക്ഷെ പ്രാധാന്യമുള്ളത് നമ്മൾ മറന്നു പോകുന്നു. അതാണ് എന്റെ പ്രശ്നം. പ്രാധാന്യമുള്ളത് മറന്നുപോയിട്ട് അപ്രധാന്യമുള്ളതിനെ പ്രാധാന്യമുള്ളതാകുന്നു. അവിടെയാണ് നമ്മുടെ പരാജയം. അതുകൊണ്ട് ഈ വചന ധ്യാനം എന്ന് പറയുന്നത് ക്രിസ്തു എന്ന വ്യക്തി, തൃത്വം 3 വ്യക്തികളാണ് കേട്ടോ, വ്യക്തികളാണ്. എന്തിനാണ് അങ്ങനെ വ്യക്തികളായിട്ട് തന്നെ നിൽക്കുന്നതെന്ന് അറിയാമോ? ഇപ്പോൾ കർത്താവ് ഒരു വ്യക്തിയാണ്. മറ്റ് ദൈവങ്ങളിൽ നിന്നും കർത്താവിനെ വ്യത്യസ്തരാക്കുന്നതാണ്. 2 പ്രധാന വ്യത്യസ്തങ്ങളാണ് കർത്താവ് യേശുക്രിസ്തുവിന് മറ്റ് ദൈവങ്ങൾ എന്ന് അവകാശപ്പെടുന്നതെന്നുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ അവൻ സമീപസ്ഥനാണ്, അടുത്ത്. സ്വർഗത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ദൂരെയല്ലത്. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ നമുക്കിനി കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് അടുത്തിരിക്കുന്ന ആളാണ്, സമീപസ്ഥനാണ്, ദൂരസ്ഥനല്ല. 2, വേറൊരു ദൈവവും ജഡം ധരിച്ച് മരിച്ചിട്ടില്ല നമുക്ക് വേണ്ടി. വേറെ ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. ദൈവം എന്താണ്, ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് വിരിഞ്ഞു കിടന്ന് കാണിച്ചു തന്ന ഏക വ്യക്തി യേശുക്രിസ്തു ആയതിനാൽ നമുക്ക് കർത്താവിനോട്, ആ ദൈവത്തോട് സ്നേഹം വർദ്ധിച്ചു വരുന്നതിന്റെ ഭാഗമായി കർത്താവിന്റെ പ്രസൻസ് നമുക്ക് എല്ലാ ദിവസവും കിട്ടത്തക്കവണ്ണം നമ്മളെ ഉത്തേജിപ്പിക്കുന്നതാണ് ദൈവവചനം. അപ്പോൾ കാലത്തും സന്ധ്യയ്ക്കും എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിയിരുന്ന് ദൈവവചനത്തിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഉന്മേഷം നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തകരാറുണ്ട്. നിങ്ങൾ വഴിയരിയിലാണ് ഇപ്പോൾ വിതറിക്കൊണ്ടിരിക്കുന്നത്. ആവേശം, എന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് ആവേശങ്ങളുണ്ട്. ആ ആവേശം
ദാവീദ് പറയാണ്, എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പകൽ സമയം മൊത്തവും രാജാവിന്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോഴും കൊതിയാണ് വചനം. ഈ വചനം വായിക്കുക എന്നുള്ളത് വെറുതെ വായിച്ചു വിട്ടാൽ ഇത് മുഷിപ്പ് പരിപാടിയാണ്. ഞാൻ നിങ്ങളോട് സത്യസത്യമായിട്ട് പറയാണ്, ഇത് വെറുതെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന മഹാമുഷിപ്പാണ്. ഈ മുഷിപ്പ് മാറുന്നത് എപ്പോഴാണ്? ആ വചനത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തി വന്ന് നിന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുമ്പോഴാണ്. വചനം ഒരുത്തന്നെ എടുത്തു വെച്ച് സൂക്ഷ്മതയോടെ, കർത്താവെ നിന്റെ രഹസ്യങ്ങളെ എനിക്ക് പറഞ്ഞു തരണമേ എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇത് എടുത്തു വെച്ചാൽ അവനെ കർത്താവ് അപ്പോൾ തന്നെ നോട്ടമിടും, നോക്കും. നഥനയേലിനെ അങ്ങനെയാണ് കണ്ടത്, അല്ലെ? നഥനയേലിന്റെ മറ്റൊരു പേര് പറയാമോ? നഥനയേൽ കർത്താവിന്റെ ശിഷ്യനായിരുന്നോ അല്ലയോ? എങ്ങനെ? നഥനയേൽ കർത്താവിന്റെ ശിഷ്യനായിരുന്നോ അല്ലയോ? നിങ്ങൾ ചിലപ്പോൾ മറ്റേ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കും. നഥനയേലിന്റെ മറ്റേ പേരാണ് ബർത്തുൽമായി. ബർത്തുൽമായി കർത്താവിന്റെ ശിഷ്യനായിരുന്നോ? ആയിരുന്നു. ഇത് ആളൊന്നു തന്നെയാണ്. ഫിലിപ്പോസ് നഥനയേലിനെ വിളിച്ചു, നഥനയേലിനെ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. ഓ, എന്തൊരു സാക്ഷ്യമാണ്! ആരാണ് സാക്ഷിക്കുന്നത്? ദൈവമാണ് സാക്ഷിക്കുന്നത്. ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ ക്രൂരമായി വധിക്കപ്പെട്ട ആൾ നഥനയേലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും ഭീകരമായി കൊല്ലപ്പെട്ടവരാണ്. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി തലകീഴായി ക്രൂശിക്കുകയും എക്സാകൃതിയിൽ ക്രൂശിക്കപ്പെടുകയും തല വെട്ടുകയും വഴിയിൽ കൂടി വഴിച്ചരിച്ചുകൊണ്ട് കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുകയും ഒക്കെ ചെയ്ത അനേക ശിഷ്യന്മാരിൽ ഒരുവനാണ് ബർത്തൽമായി. ബർത്തൽമായി വധിക്കപ്പെട്ടത് പച്ചയ്ക്ക് നിർത്തി തൊലി ഉരിച്ചു കളഞ്ഞു, എന്നിട്ട് വെട്ടി. നമുക്കിതൊക്കെ പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ടത് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പോഴും ഓർക്കുമ്പോൾ മനം വരട്ടെ. എൻ്റെ കുഞ്ഞുനാളിൽ പണ്ടൊക്കെ കല്യാണം വീടുകളിൽ തന്നെയാണല്ലോ പന്തലൊക്കെ ഇട്ട് ക്രമീകരിക്കുന്നത്. സദ്യയൊക്കെ വീടുകളിലാണ് ക്രമീകരിക്കുന്നത്. അപ്പോൾ ഒരു കാളയെ അറുക്കാൻ വേണ്ടി വീടിൻ്റെ ദൂരെയുള്ള പറമ്പിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഒരു കൗതുകത്തോടെ കൊച്ചു കുഞ്ഞാണ്, ഇതിനെ കാണാൻ പോയി. ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ തൊലി ഉരിച്ചെടുക്കുകയാണ്, അതിന് ജീവനുണ്ട്. ഞാൻ പറഞ്ഞോണ്ട് വന്നത് അതുപോലെ നിർത്തി തൊലി ഉരിച്ചു അതിനെയുണ്ട്, എന്നിട്ട് വെട്ടിക്കൊന്നു. പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ അവർ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി, അതുകൊണ്ടാണ് 12 സിംഹാസനമേൽ ഇരുന്ന് ലോകത്തെ ന്യായവിധിക്കത്തക്കവണ്ണം കിരീടം ധരിച്ചു നിൽക്കുന്നത്. സഹോദരന്മാർ കിരീടധാരികളാണ്. സഹോദരന്മാരുടെ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, സഹോദരന്മാരെ കിരീടം ധരിപ്പിക്കുന്നവനെന്നാണ്. കുര്യാക്കോസ് സഹോദരന്റെ ഒക്കെ പടം കണ്ടിട്ടുണ്ട്. ഒരു കിരീടം കാണുന്നത് അറിയാം, എപ്പോഴും 3 വയസ്സേ ഉള്ളൂ. ഞാൻ പറഞ്ഞോണ്ട് വന്നത്, ക്രിസ്തു എന്ന വ്യക്തി അങ്ങനെ ആയിരിക്കുന്നത് വ്യക്തി ബന്ധം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. ദൂരത്തിരിക്കുന്ന ഒരു ശക്തിയല്ല ക്രിസ്തു. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. യേശു ക്രിസ്തു ദൂരത്തിരിക്കുന്ന ഒരു ദൈവിക ശക്തിയല്ല, മറിച്ച് അവനൊരു വ്യക്തിയാണ്. നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന സമീപസ്ഥനായ വ്യക്തി. ആ വ്യക്തിയെ നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വചനം വായിക്കുന്നത് മുഷിപ്പാവും. നഥനയേലിന് ഈ ഭാഗ്യം സിദ്ധിച്ചു എന്ന് പറഞ്ഞാൽ, നഥനയേൽ അത്തിയുടെ കീഴിൽ നിന്ന് വിശ്രമിക്കുകയായിരുന്നു. മീഖയുടെ പുസ്തകം 4-ാം വാക്യത്തിൽ പ്രകാരം വചനമുണ്ട്, യഹൂദന്മാർ വിശ്രമിക്കുന്നത് അത്തിയുടെ കീഴിലാണ്. അവർക്ക് വിശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവെഴുത്തുകൾ ധ്യാനിക്കുക, പ്രാർത്ഥനകൾ നിർവഹിക്കുക, ഇതൊക്കെ അവരുടെ വിശ്രമത്തിന്റെ ഭാഗങ്ങളാണ്. നഥനയേൽ അത്തിയുടെ കീഴിൽ നിന്ന് വിശ്രമിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ വചനം ധ്യാനിക്കുകയായിരുന്നു എന്നർത്ഥം. വചനം ധ്യാനിക്കുകയായിരുന്നു എന്ന് വെറുതെ ആലങ്കാരിക ഭാഷയിൽ പറയുന്നതല്ല, അതിന് വേദപുസ്തകത്തിൽ തെളിവുണ്ട്. തെളിവെന്ന് പറഞ്ഞാൽ നമുക്കത് വരികളുടെ ഇടയിൽ നിന്ന് വായിച്ചെടുക്കാം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം എടുക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം
ഒന്നാം അധ്യായത്തിൽ നഥനയേലിനെ വിളിക്കുന്ന ഭാഗമുണ്ട്. നഥനയേലിനെ വിളിക്കുന്ന ഭാഗത്ത് ഒന്നാം അധ്യായം 48 മുതൽ നഥനയേൽ അവനോട് എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചു. എപ്പോഴാണ് ചോദിക്കുന്നത്? കർത്താവ് പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടമില്ല എന്ന് പറഞ്ഞപ്പോൾ നഥനയേൽ ചോദിച്ചു, എന്നെ എവിടാണ് അറിയുന്നത്? നമ്മൾ ആദ്യമായിട്ട് കാണുവാണല്ലോ, എന്നെ എങ്ങനെ അറിയാം? ഇവൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഫിലിപ്പോസ് വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പൊ നഥനയേൽ കർത്താവിനോട് ചോദിച്ചു, എന്നെ എങ്ങനെ അറിയാം? അപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ, അതായത് അത്തിയുടെ കീഴിൽ നിന്ന് വിശ്രമിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നഥനയേലിന് ഒരു ഇസ്രായേൽ രാജാവ് വരണമല്ലോ, ഒരു രക്ഷകൻ വരണമല്ലോ, അതിനെ പറ്റിയുള്ള ധ്യാനത്തിൽ തിരുവെഴുത്തുകൾ ധ്യാനിച്ചുകൊണ്ട് നഥനയേൽ അവിടെ ഇരിക്കുമായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? താഴോട്ട് വായിക്കാൻ മനസ്സിലാവും. താഴോട്ട് എന്താണ് എഴുതിയിരിക്കുന്നത്? നഥനയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറഞ്ഞുകൊണ്ടാണോ നീ വിശ്വസിക്കുന്നത്? നീ ഇതിനേക്കാൾ വലിയത് കാണും. എന്താണ് കർത്താവ് പറഞ്ഞത്? നീ ഇതിനേക്കാൾ വലിയത് കാണും. ഏതിനേക്കാൾ? അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? നഥനയേൽ എന്തോ കണ്ടിരുന്നു എന്നർത്ഥം. കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ നഥനയേൽ തിരുവെഴുത്തുകൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ കാര്യം പ്രത്യേകം ധ്യാനിച്ചുകൊണ്ടിരുന്നു. ആ കാര്യം എന്താണെന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് കണ്ടുപിടിക്കണം. അത് താഴോട്ട് ഹിന്റ് തരുന്നുണ്ട്. കർത്താവ് എന്താ പറയുന്നത്? നീ ഇതിനേക്കാൾ വലിയത് കാണും. എന്താണ് വലിയത് എന്നുള്ളതാണ് താഴെ എഴുതിയിരിക്കുന്നത്. എന്താണ്? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും. ആരോട് പറഞ്ഞതാണ്? കർത്താവ് നഥനയേലിനോട് പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്? സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും. അതാണ് വലുത്. അപ്പൊ ഇതിന്റെ ഒരു ചെറുതാണ് നഥനയേൽ കണ്ടത്. അതുകൊണ്ടാണ് ഇത് തന്നെ പറഞ്ഞത്. ഇതിനേക്കാൾ വലിയത് നീ കാണും. ആ വലിയത് ഇതാണ്, മനുഷ്യപുത്രന്റെ അടുക്കലേക്ക് ദൂതന്മാർ കയറി ഇറങ്ങുന്നത്. ദൂതന്മാർ കയറി ഇറങ്ങുന്ന ഒരു കാര്യം നീ കാണും. അത് വലുതാണ് നഥനയേലിനോട് പറയുമ്പോൾ ഇതിന് സമാനമായ ചെറിയൊരു കാര്യം തിരുവെഴുത്തുകളിൽ നിന്ന് നഥനയേൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചെറിയ കാര്യം എന്തായിരിക്കും നമുക്ക് പറയാമോ? ചിന്തിക്കാൻ പറ്റുന്നില്ലേ? ചിന്തിക്കും. വാക്ക് പറയാൻ പറ്റില്ല. എന്തായിരിക്കും? നഥനയേൽ ധ്യാനിച്ചുകൊണ്ടിരുന്നത് ഉദയത്തിങ്കിലുണർന്നപ്പോൾ യാക്കോബ് അത്ഭുതമീക്ഷിച്ചു ധരമേൽ നാട്ടിയ ഗോവണിതന്നഗ്രം വാനിലുരുങ്ങുന്നു വാനോരിറെ ദൂതന്മാർ അതിലൂടേറി പോകുന്നു. വ്യാഴാഴ്ച പ്രഭാത നമസ്കാരത്തിലെ ഒരു ഗീതമാണ്. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ അല്ലേ? ശിവനമസ്കാരം ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അതിനകത്ത് ഒരു ഗീതമാണ്. എന്താണ്? ഉദയത്തെങ്കിൽ ഉണർന്നപ്പോൾ യാക്കോബ് അത്ഭുതത്തോടെ കണ്ടു. എന്താണ്? ധരമേൽ നാട്ടിയൊരു ഗോവേണി, അതിന്റെ അഗ്രം വാനിൽ കുട്ടിയിരിക്കുന്നു. വാനോരീറെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ചെറിയ കാഴ്ചയുടെ വലിയ കാഴ്ചയാണ് കർത്താവ് പറഞ്ഞത്. അത് നീ ഇപ്പോൾ വായിച്ചത് ഓക്കെ, പക്ഷെ അതിലും വലിയത് നീ കാണും. എന്താണ്? മനുഷ്യപുത്രൻ സ്വർഗത്തിലിരിക്കുന്നതും ദൂതന്മാർ അവിടെ കയറി ഇറങ്ങുന്നതും നീ കാണും. ഞാൻ മുന്നോട്ട് പറഞ്ഞതിന്റെ സാരാംശം എന്താണെന്ന് അറിയാമോ?
ഞാൻ പറഞ്ഞോളൂ അതിൻ്റെ സാരാംശം. അത്തിയുടെ കീഴിൽ നിന്ന് തിരുവെഴുത്ത് ധ്യാനിച്ചുകൊണ്ടിരുന്ന നഥനയേലിനെ യേശു കണ്ടു. അതുകൊണ്ട് തിരുവെഴുത്തെടുത്തുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മതയോടെ, വിശുദ്ധിയോടെ, സാവധാനതയോടെ കർത്താവെ ഇതിൻ്റെ മർമ്മങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്നുള്ള ആഗ്രഹത്തോടെ, വാഞ്ചയോടെ, ദാഹത്തോടെ ഇരുന്നാൽ അപ്പോൾ സ്വർഗം തുറന്ന് കർത്താവ് വ്യക്തിയായിട്ട് നിന്റെ അടുക്കൽ വന്നിരിക്കും. എന്നിട്ട് വേണം ആരാധനയിൽ വരാൻ. അങ്ങനെ ആരാധനയിൽ വന്നാൽ ഇവിടെ മഗ്ബാ തുറക്കുമ്പോഴും സ്വർഗം തുറക്കുന്നത് നിങ്ങൾ കാണും. അല്ലാതെ തലേന്ന് സന്ധ്യയ്ക്ക് ഉള്ള കോമാളി വേഷം എല്ലാം കണ്ടിട്ട്, ഉള്ള ന്യൂസ് അവറെല്ലാം കണ്ടിട്ട്, ഉള്ള കോമഡി ഷോ എല്ലാം കണ്ടിട്ട്, ക്ലബുകളിലും പോയി കല്യാണ വിരുന്നിലും പോയിട്ട് രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഹൂസോ എടുത്താലൊന്നും വിശുദ്ധ കുർബാന അനുഭവത്തിൻ്റെ സന്തോഷം കിട്ടില്ലേ ഇല്ല എന്ന് ഞാൻ സത്യസത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയൊക്കെ എത്ര അനുഭവിച്ചിട്ടും പഴയ മനുഷ്യനായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഇരിക്കുന്നത്. അയൽവക്കക്കാരൻ ശത്രുവായി ഇപ്പോൾ തന്നെ നിലകൊള്ളുന്നത് അതുകൊണ്ടാണ്. എന്നും കുർബാന അനുഭവിക്കുന്നു, പക്ഷെ ഒരു മാറ്റമില്ല. അപ്പോൾ ഈ വചനത്തെ അവിടെ ഇവിടെ വയ്ക്കാതെ വഴിയേരിയിൽ വിതറുന്ന പോലെ വിതറാതെ നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി രാവിലെയും വൈകിട്ട് ഇതിനെ കൈകാര്യം ചെയ്യണം. ഇത് വയ്ക്കാൻ ഒരു പ്രത്യേക സ്ഥലം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് മാത്രമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മാത്രമായി, എല്ലാവർക്കും ഓരോ സ്പേസ് ഉണ്ടാകാൻ പറ്റില്ല. പക്ഷേ കർത്താവിനൊരു സ്പേസ് നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ അത് ആദ്യം എവിടെ ഉണ്ടാവണം? നിങ്ങളുടെ ഭവനത്തിൽ ഒരു പ്രാർത്ഥനാ സ്ഥലം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ ആ സ്ഥലം ഉണ്ടാകണം. നമ്മുടെ ആത്മബോധത്തിൽ കർത്താവിന് മാത്രമുള്ളൊരു മുറി. നമ്മൾ മുഴുവൻ കർത്താവിൻ്റെയാണ് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം തെറ്റിദ്ധരിക്കരുത്. എന്നാലും ഒരു പ്രൈവറ്റ് ഏരിയ ഇതെൻ്റെ കർത്താവിന് മാത്രം. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായാൽ നിങ്ങൾ താമസിക്കുന്ന ഇടത്തിലും നിങ്ങളൊരു പ്രത്യേക സ്ഥലം കർത്താവിന് വേണ്ടി ക്രമീകരിക്കും. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ദിവസവും പ്രതി വചനത്തെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തു വ്യക്തിയായിട്ട് നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾക്ക് മർമ്മങ്ങളെ പറഞ്ഞു തരും. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. മറ്റൊരു പ്രതലമാണ് പാറപ്പുറം. ഇത് വചനം പ്രത്യേകമായിട്ട് ക്രമീകരിക്കപ്പെട്ട സ്ഥലത്തൊക്കെയാണ് വെച്ചത്. പക്ഷേ ഈ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. ഇതിങ്ങനെ സ്ഥിരം ഇതൊരു ലൗകിക റുട്ടീൻ പോലെ പോയി കഴിഞ്ഞാൽ അവിടെ വെറുതെ ഒരു കാരണമില്ലാതെ ഡ്രൈ ആയിട്ട് അങ്ങ് ഉറയ്ക്കും. പിന്നെ ഇതൊരു ചടങ്ങ് പോലെ ആയിപ്പോകും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഒരു പ്രതലത്തിൽ കൂടി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെന്ന് വിചാരിക്കുക. കുറേ പേർ കയറി നടന്നു കഴിയുമ്പോൾ അവിടെ അങ്ങ് ഉറയ്ക്കും. പിന്നെ അവിടെ ഒരു വിത്ത് വിതറാൻ പറ്റില്ല. വിത്ത് വിതറിയാൽ അത് മുളയ്ക്കില്ല. നമ്മൾ ദൈവവചനത്തെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. സർവ്വ ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. മനസ്സലിവുള്ളവരായിരിക്കാം. മനസ്സലിവ് നമ്മോട് തന്നെ വേണം, നമ്മുടെ കുടുംബത്തിൽ വേണം, സഹോദരങ്ങളോട് വേണം. ഇത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വരദാനമാണ് മനസ്സലിവ് എന്ന് പറയുന്നത്. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതെന്നാണ്. ദൈവത്തിന്റെ മനസ്സലിവ്, ദൈവത്തിന്റെ കർത്താവിന്റെ ഒരു സവിശേഷ ഗുണമാണ് മനസ്സലിവ് എന്ന് പറയുന്നത്. നമുക്ക് പൊതുവെ മനസ്സലിവ് ഉണ്ടാകുന്നത് നമ്മളെക്കാളിൽ ഉയർന്നവരോടാണ്. അത് നമ്മളുടെ സ്വാർത്ഥമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ താഴെയുള്ളവരോട് നമുക്ക് മനസ്സലിവ് ഉണ്ടാകാറുണ്ട്. ശിശുക്കളെ നമ്മളോട് ചേർത്ത് പിടിച്ച് അണച്ചവനായ കർത്താവ് കാണിച്ച മനസ്സലിവാണ്. കുഷ്ഠരോഗിയെ തൊട്ടത് മനസ്സലിവാണ്. പുറജാതിക്കാരിയെ സ്ത്രീയെ സൗഖ്യമാക്കിയത് മനസ്സലിവുകൊണ്ടാണ്. അങ്ങനെയുള്ള പ്രതലത്തിൽ നല്ല വിത്ത് വിളക്കും. പിന്നെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വചനം നമ്മൾ ധ്യാനിച്ചാൽ അതിനെ ഞെരുക്കിക്കളയുന്ന മറ്റു വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ചിന്തിക്കേണ്ടതും അറിയേണ്ടതുമായ ഒരു കാര്യമാണ് മുള്ളും ഞെരിഞ്ഞിലും വന്ന് അതിനെ ഞെരുക്കിക്കളയും.
ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്, അതായത് ധനമോഹവും ഈ ലോകത്തിന്റെ വഞ്ചനയും, ഇതിനെയാണ് മുള്ളും ഞെരിഞ്ഞിലും എന്ന് കർത്താവ് പറയുന്നതെന്ന് ലൂക്കോസ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം ജീവിക്കുവാൻ പണമുള്ളവരാണ്. ഇന്ന് പണത്തിന് യാതൊരു കുറവില്ല. പക്ഷെ പണം കൊണ്ട് നമുക്കുണ്ടായിരിക്കുന്ന അപകടങ്ങൾ വളരെ അധികമാണ്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ ഈ മനസ്സലിവ് നഷ്ടപ്പെടുന്നത് നമുക്ക് ഈ ഭൗതികമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്നോട് എതിർക്കുമായിരിക്കും. സമ്പത്ത് വർദ്ധിക്കുന്നത് തെറ്റല്ല. അബ്രഹാം മഹാധനികനായിരുന്നു. പക്ഷെ അബ്രഹാമിന്റെ ധനികത്വം എങ്ങനെയാണ് നിന്നിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ആ രീതിയിലുള്ള ഒരു ധനികനാകുവാൻ നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല. അതുകൊണ്ടെന്താ, നമുക്ക് ആരോടും വിധേയതയില്ല. ഇന്നത്തെ കുഞ്ഞുങ്ങളെന്താ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ആൺകുട്ടികൾക്കെല്ലാം ക്ഷാമമാണ് ഇപ്പോൾ, പെൺകുട്ടികളെ കിട്ടാനില്ല. കാരണം പെൺകുട്ടികൾക്കാർക്കും വിവാഹം വേണ്ട. കാരണം അവർ പഴയതുപോലല്ല, ഇൻഡിപെൻഡന്റ് ആയി സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നു. അത് പ്രത്യേകിച്ചും ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ ഇത് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പല രീതിയിലും പല കാര്യങ്ങളും സമൂഹത്തിൽ പ്രകൃതി വിരുദ്ധമായ പല സംഗതികളും സെലിബ്രിറ്റീസ് കാണിച്ചു കൊടുക്കുമ്പോൾ അത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഫോളോ ചെയ്യും. അടുത്ത കാലത്ത് കേരളത്തിൽ ഈ സ്വവർഗ വിവാഹം സെലിബ്രിറ്റീസ് കാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ തന്നെ അങ്ങനെയുള്ള കപ്പിൾസ് ഉണ്ട്. അപ്പോൾ പെൺകുട്ടികൾ വിചാരിക്കുന്നത് ഇത് കൊള്ളാമല്ലോ, ഇതിപ്പോൾ സമൂഹം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്നതെല്ലാം ദൈവം അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയി, പണം വർദ്ധിച്ചു. ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്ക്കുക. പറയാൻ എളുപ്പമാണ്. പറയുന്നത് ഞാൻ എന്നോടാ പറയുന്നതെന്ന് വിചാരിച്ചതാണ്. ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്ക്കുക. ധനികന്മാരാകുവാൻ ഇച്ഛിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും ഒതുങ്ങിയിട്ട് മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യമായ പല ദോഷങ്ങൾക്കും ഇരയായിത്തീരും. പണം വർദ്ധിച്ചാൽ അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിച്ചാൽ നീ അതിൽ എന്ത് വെക്കരുതെന്നാണ്? മനസ്സ് വയ്ക്കരുത്. മനസ്സ് വയ്ക്കരുത്. പക്ഷെ ഈ സമ്പത്തിന് ഭീകരമായ പൈശാചിക ശക്തിയുണ്ട്. നിങ്ങൾ മനസ്സിലായിക്കോട്ടെ. ഭീകരമായ പൈശാചിക ശക്തിയുണ്ട്. ഇന്ന് ആധ്യാത്മികതയെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ സർപ്പവിഷമാണ് സമ്പത്തിന്റെ വർധന. ആർക്കും ആരോടും വിധേയത്വമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നതിന്റെ ഒരു കാരണം ഈ മുള്ളു വന്ന് നമ്മളുടെ വചനത്തെ ഞെരുക്കി കളഞ്ഞുകൊണ്ടാണ്. കേട്ടപ്പോഴൊക്കെ നല്ല നിലത്ത് വീണ പോലൊക്കെ തോന്നി. ധ്യാനമൊക്കെ കേട്ടു, ധ്യാനമൊക്കെ പറഞ്ഞു. പറയുന്നത് എന്നോടും കൂടെ ആയതുകൊണ്ടാണ്. ധ്യാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടു. പക്ഷെ വെളിയിലോട്ടിറങ്ങി കഴിഞ്ഞ് നമ്മുടെ ഭവനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ വശീകരിച്ച് വീഴ്ത്തുവാൻ തക്കതായ പൈശാചിക ഞെരിഞ്ഞിലുകളും മുള്ളുകളും ഈ വചനത്തിന് മുകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുക. ആവശ്യത്തിന് വേണ്ടെന്നല്ല. അബ്രഹാം മഹാധനികനായിരുന്നു. പക്ഷെ അബ്രഹാമിന്റെ ധനം അബ്രഹാം വിനിയോഗിച്ചത് ഏത് രീതിയിലാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അബ്രഹാം ധനികനായിരുന്നു എങ്കിലും തന്റെ സഹോദരൻ തന്റെ ധനം മുഴുവൻ ആവശ്യപ്പെട്ടപ്പോൾ ഒന്നും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സഹോദരന് കൊടുത്തിട്ട് താൻ ഒരു വരണ്ട പ്രദേശം തിരഞ്ഞെടുക്കുവാനുള്ള മാനസികാവസ്ഥ അബ്രഹാമിനുണ്ടായതിന്റെ കാരണം അബ്രഹാമിന്റെ ധനം എവിടെയായിരുന്നത് കൊണ്ടാണ്? ദൈവത്തിലായിരുന്നുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവികമായ ചിന്തകളെ കവിഞ്ഞുള്ള എല്ലാം നമ്മളുടെ ധനമാണ്. നമ്മുടെ സ്വത്തുക്കൾ എന്നുള്ളതിനുപരിയായി നമ്മളിലുള്ള വാസനകൾ, നമ്മളുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ നേടിയിട്ടുള്ളത്, നമ്മുടെ കീർത്തി, പ്രശസ്തി, ഇതെല്ലാം കർത്താവിൽ നമ്മളെ അകറ്റുന്നതാണെങ്കിൽ
അതെല്ലാം ധനത്തിൽപ്പെടുന്നതാണ്. ധനമോഹം നമ്മളെ വല്ലാതെ കൊന്നുകളയും, ആധ്യാത്മികത നശിപ്പിച്ചു കളയും, ഒരു സംശയം വേണ്ട. പക്ഷേ അത് വെച്ച് സ്നേഹിതന്മാരെ ഉണ്ടാക്കുവാനും സാധിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവിന് പണസഞ്ചി ഉണ്ടായിരുന്നോ? നിങ്ങൾ എന്താ പറയും? പേഴ്സ് ഉണ്ടായിരുന്നോ? ഇല്ല. കർത്താവിന് പേഴ്സ് ഇല്ല. എന്നാൽ കർത്താവിന് പേഴ്സ് ഉണ്ടായിരുന്നു. കർത്താവിന്റെ പണസഞ്ചി സൂക്ഷിക്കുന്ന ആളായിരുന്നു യൂദാ. യോഹന്നാൻ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട്. അവൻ പണസഞ്ചിയുമായിട്ട് പോയി എന്നാണ് പറയുന്നത്. അത് അവന്റെ പണസഞ്ചിയല്ല, ശിഷ്യന്മാരുടെയും കർത്താവിന്റെയും മുഴുവൻ പണം സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് യൂദ. പക്ഷെ ആ പണം എന്തിനാണ് ഉപയോഗിച്ചിരുന്നതെന്ന് യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതായത് യൂദ അത്താഴ സമയത്ത് എണീച്ചു പോകുമ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു, പണസഞ്ചിയുമായിട്ടാണ് പോയത്, ശിഷ്യന്മാർ വിചാരിച്ചു ദരിദ്രന്മാരെ സഹായിക്കാനോ ദേവാലയ ആവശ്യങ്ങൾക്കായിട്ടോ ആണ് പോകുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ കർത്താവിന്റെ പേഴ്സ് സൂക്ഷിച്ചിരുന്ന യൂദ, അല്ലെങ്കിൽ കർത്താവിന്റെ ധനസമ്പാദനം ഉപയോഗിച്ചിരുന്നത് ദരിദ്രന്മാരെ സഹായിക്കാനും ദേവാലയത്തിന്റെ ഉപയോഗങ്ങൾക്കുമായിട്ടാണ്. അപ്പോൾ യൂദ പണസഞ്ചിയുമായിട്ട് എണീച്ചു പോയപ്പോൾ ഈ രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒന്നിനായിരിക്കുമെന്ന് അവർ വിചാരിച്ചു. പണം വേണം, വേണ്ടെന്നുള്ളതല്ല. പക്ഷെ പണം നമ്മുടെ മാസ്റ്റർ അല്ല. മണി ഷുഡ് നെവർ ബി യുവർ മാസ്റ്റർ, ഇറ്റ് ഷുഡ് ബി യുവർ സെർവന്റ് എന്ന് പറയും. ഇത് വചനത്തെ ഞെരിക്കുന്നത്. വചനമൊക്കെ വായിക്കും, പള്ളിയിലൊക്കെ പോവും, കുർബാനയൊക്കെ കൊള്ളും, കുർബാനയൊക്കെ കാണും. പക്ഷേ ഈ ലോകത്തോടുള്ള നമ്മുടെ താല്പര്യം കുറയുന്നില്ല. ദൈവമക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ ഈ ലോകത്തോടുള്ള താല്പര്യം പതിയെ പതിയെ നമുക്ക് കുറഞ്ഞു വരും. നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനോട് സ്നേഹമുണ്ടോ എന്നറിയാൻ നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ഉപാധിയാണ് അത്. ലോകത്തോട് നിങ്ങൾക്ക് താല്പര്യമില്ല. എന്തു ഈ ലോകം? അതായത് ലോക മോഹങ്ങളോട്, മോദങ്ങളോട്, ആർഭാടങ്ങളോട് നിങ്ങൾക്ക് താല്പര്യം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നില്ലെന്നാണ്. മാത്രമല്ല, കുറഞ്ഞു പോകും. അതേസമയം ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു വന്നാൽ ലോകത്തോട് നമുക്ക് താല്പര്യം കുറയുകയും, ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാം, ഇഷ്ടപ്പെടുവാൻ സാധ്യതയില്ല, എങ്ങനെയെങ്കിലും ഈ ലോകത്തിൽ നിന്ന് നമുക്ക് വിട്ടുപോകണമെന്നുള്ള ആശ വരികയും ചെയ്യും. പൗലോസ്ലീഹായ്ക്കൊക്കെ വന്ന ഒരു വലിയ ആത്മീയ തലമാണത്. ഇതൊരു തലയ്ക്ക് ഭ്രാന്തുള്ള ഒരാൾ പറയുന്നതാണെന്ന് വിചാരിക്കരുത്. ക്രിസ്തു സ്നേഹം വർദ്ധിക്കുമ്പോൾ ബൈ ഡീഫോൾട്ടായിട്ട് നമ്മുടെ ഉള്ളിൽ സംഭവിച്ചു പോകുന്നതാണ് ഈ ലോകത്തോടുള്ള താല്പര്യമില്ലായ്മ. അതുകൊണ്ട് പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. എന്നാൽ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ അവന്റെ വേലയ്ക്ക് വല്ല ഫലവും ഉണ്ടെങ്കിൽ ഏത് തെരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയുന്നില്ല. അത് മനസ്സിലായാലും എന്താണെന്ന് എടുത്തോ. ഫിലിപ്പിയ ലേഖനം എടുത്താണ്. ഫിലിപ്പിയ ലേഖനം പെട്ടെന്ന് ഞാൻ അത് നോക്കിയിട്ട്, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം വായിച്ചോ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ, അടുത്ത വചനം വായിക്കാം, എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഓരോ വചനം വായിക്കുമ്പോൾ അതിനകത്തെ ആ കണ്ടന്റ് കിട്ടണം. പൗലോസ്ലീഹ പറയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണ്. അതിന്റെ അർത്ഥം എനിക്ക് ക്രിസ്തുവിനോടുകൂടി മരിക്കാനാണ് ഇഷ്ടം എന്ന് തന്നെയാണ്. ജീവിക്കുന്നത് ക്രിസ്തുവാണ്, പക്ഷെ മരിക്കുന്നത് ലാഭമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാഭമായുള്ളതല്ല ഏറെ കാക്ഷിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് പറഞ്ഞത്. പക്ഷെ അടുത്ത വചനം പറയാണ്, ഞാനിപ്പോൾ ജഡത്തിൽ, എന്റെ ശരീരത്തിൽ ജീവിക്കുന്നതിനാൽ അവന്റെ വേലയ്ക്ക് വല്ല ഫലവും വരുമെന്നുണ്ടെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയുന്നില്ല. അതായത് മരണമാണോ ജീവനാണോ എന്ന് തിരഞ്ഞെടുക്കാൻ എനിക്ക് ഇപ്പോൾ ചെറിയൊരു പ്രയാസമുണ്ട്. കാരണം മരിക്കുന്നതാണ് ഇഷ്ടമെങ്കിലും
ഈ ശരീരം കൊണ്ട്, ഈ ജീവനുള്ള ശരീരം കൊണ്ട് അവന്റെ വേല വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം മതിയെന്ന് ഈ ശരീരം, വേറെ ഒന്നും വേണ്ടാമോ? ഇനിയൊന്ന് വായിച്ചു നോക്കിയേ. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഞാൻ അറിയുന്നില്ല, ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു. അടുത്ത വചനമാണ് ശ്രദ്ധിക്കേണ്ടത്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ ഞാൻ ഏറെ കാക്ഷിക്കുന്നു, അത് അത്യുത്തമമല്ലോ. ഇങ്ങനെ ഒരു ബോധ്യം എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ വലിയ ആധ്യാത്മികരാണെന്നൊക്കെ പറയുമ്പോൾ ഈ ആധ്യാത്മികതയുടെ ഉയർന്ന തലങ്ങളാണിത്. ഇതൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേ നമുക്ക് അനുഭവപ്പെടേണ്ടതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ എന്തുകൊണ്ടാണ് പ്രായമാകുന്നത്? അതിങ്ങനെ ഒരു പ്രോസസ് അല്ലേ, ശരീരത്തിന്റെ ഒരു പ്രോസസ്. ഓരോ വർഷം കഴിയുന്നതോറും പ്രായമായി വരുന്നു. നമ്മുടെ ശരീരം ക്ഷയിക്കുന്നു, തൊലി ചുളുങ്ങുന്നു, മുടി നരയ്ക്കുന്നു, കണ്ണ് കാണാതാവുന്നു, വായ്ക്ക് രുചി പോകുന്നു, പല്ല് കൊഴിയുന്നു, കേൾവി നശിക്കുന്നു, കാലിന് ക്ഷീണം വരുന്നു. യൗവനത്തിൽ എന്തൊക്കെ അഭ്യാസം കാണിച്ചതാ, ഒന്നും സാധിക്കുന്നില്ല. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ദൈവം നമുക്ക് ഹിന്റ് തരുവാണ്. എന്ത് ഹിന്റ് തരുവാണ്? നിന്റെ ജീവൻ പരിപോഷിപ്പിച്ചുകൊണ്ട് എന്റെ സന്നിധിയിലേക്ക് എത്തുവാനുള്ള സമയം അടുത്തുകൊണ്ടേയിരിക്കുന്നു, ഒരുങ്ങിക്കൊള്ളുക. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? ശരീരം ക്ഷീണിക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നു, കളറടിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നതിൽ കുഴപ്പമില്ല, ശരീരത്തെ വേരി പിടിപ്പിക്കുന്നതിലൊന്നും ഒരു തെറ്റ് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സിംറ്റം നമ്മൾ വിട്ടുപോകും. കണ്ണാടി നോക്കുമ്പോൾ ഇപ്പോഴും 26 വയസ്സേ തോന്നിക്കത്തുള്ളൂ. വയസ്സ് 70ആയി. 26 വയസ്സേ തോന്നിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 30 വയസ്സേ തോന്നിക്കുന്നുള്ളൂ എങ്കിൽ നമ്മൾ ഇനിയും ദീർഘകാലം നമ്മുടെ ആയുസ്സുണ്ടെന്ന് നമുക്കങ്ങ് തോന്നിപ്പോകും. ഇത് ദൈവം തരുന്ന സിംറ്റമാണ്. നിന്റെ ശരീരത്തിൽ ദൈവം തരുന്ന സിംറ്റമാണ്. ഇത് നിലത്ത് വീണ് ചാകണ്ടിയ വിത്താണ്. ഈ ശരീരത്തിൽ നിങ്ങളുടെ ജീനിൽ വചനമാകുന്ന കോഡിംഗ് നമ്മൾ ക്രമീകരിക്കേണ്ടത്. അതറിയാമോ? 2000-ലാണ് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സെമിനാരിൽ പഠിക്കുന്ന സമയത്താണ് KM ജോർജ് വന്ന് ഒരു പുതിയ പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞത്. ആ പ്രോജക്റ്റിന്റെ പേരാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഇതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അന്ന് അതൊക്കെ ഞങ്ങൾ കേട്ടിട്ട് കണ്ണുകളിൽ ഇരുന്നു പോയി. കാരണം മനുഷ്യന്റെ ജീനിലേക്ക് ഗവേഷണം നടത്തിയിട്ട് ആ ജീനിന്റെ കോഡിനെ ഡീകോഡ് ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു മനുഷ്യനെ നിർമ്മിക്കുവാൻ സാധിക്കും. അന്ന് കേട്ടപ്പോൾ കണ്ണും തെളിയുന്നു. ഇന്നത് പ്രാവർത്തികമായിട്ടുണ്ട്. നമ്മുടെ ജീനിലേക്ക് ഡീകോഡിങ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വിത്തിന്റെ ഉള്ളിലും ആ വിത്ത് എന്തായി തീരണം എന്നുള്ള കോഡിങ് എഴുതി വെച്ചിട്ടുണ്ട്. ആ കോഡിങ് എവിടെ വീഴണം? നല്ല നിലത്ത് വീണാൽ അത് ആ നല്ല ജീവവൃക്ഷമായിട്ട് വളരും. പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിലും ഓരോ ജീനിലും കോഡിംഗ് ഉണ്ട്. അതിനെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ ആരാധനാ ജീവിതത്തിലൂടെയും വചനധ്യാനത്തിലൂടെയും നമ്മുടെ ജീനിനെ ഡീകോഡ് ചെയ്യാൻ പറ്റുന്നു. അതിന് ആശുപത്രിയിലും പോണ്ട, ഓപ്പറേഷൻ തിയേറ്ററിലും പോണ്ട. ഇത് ആത്മാവിൽ ഇതൊരു ഡീകോഡിങ് നമ്മുടെ ശരീരത്തിലും സാധിക്കും. അതുകൊണ്ട് വചനം നമ്മൾ യഥാർത്ഥമായി ധ്യാനിച്ച് വായിക്കുകയാണെങ്കിൽ നമ്മുടെ ജഡശരീരത്തിലെ കോശങ്ങളിൽ പോലും അത് ഇംപ്രിന്റ് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ, നിങ്ങൾ അതൊക്കെ ഭാവനയിൽ കാണണം. നിങ്ങളൊരു ശവപ്പെട്ടിയിൽ മരിച്ചു കിടക്കുന്നത് ഭാവനയിൽ കാണണം എന്ന് പറയുമ്പോഴത്തേക്ക് പലരും കൂട്ടുമായിട്ട് തുടങ്ങി. അത് കാണണം. എന്നിട്ട് കാണണം ദൈവത്തിന്റെ മാലാഖമാരും കർത്താവും മാതാവെല്ലാം തൻ്റെ ഭക്തന്റെ മരണത്തെ ഏറ്റവും വിലയേറിയതായി കണ്ടുകൊണ്ട് എൻ്റെ വചനം ഇവന്റെ ജഡത്തിലും ഇവന്റെ ദേഹിയിലും ഇവന്റെ ആത്മാവിലും ഡീകോഡ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു?
ദാഹത്തോടുകൂടി ഈ വചനത്തിന്മേൽ നമ്മൾ ശ്രദ്ധ പതിച്ചപ്പോൾ അത് നല്ല നിലത്ത് വീണ് അതങ്ങനെ ഡീകോഡഡായി മാറി. നമ്മുടെ ശരീരം മുഴുവൻ പ്രകാശിതമായി. കണ്ണ് ചുവടുന്നെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമാവും. നിങ്ങൾ വചനത്തിലേക്ക് നോക്കൂ. നിങ്ങൾ വചനത്തിൽ നിന്ന് ഈ ഡീകോഡിങ് വരും. നിങ്ങളുടെ ജഡം വിശുദ്ധീകരിക്കപ്പെടും. ശരീരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരീരത്തിന്റെ വിശുദ്ധി. വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും വിചാരിക്കുന്നത് ഇത് ആത്മാവിൽ നടക്കുന്ന എന്തോ ഒരു സംഭവമാണെന്നാണ്. വിശുദ്ധി തുടങ്ങേണ്ട എവിടെ നിന്നാണ്? ശരീരത്തിൽ നിന്നാണ്. വചനം ഇതിന് ഒരുപാട് സഹായിക്കും. ഇത് വിത്താണ്. ഈ വിത്ത് നമ്മൾ അകത്തേക്ക് എടുക്കുന്നത് ശരീരത്തിൽ കൂടിയാണ്. കണ്ണുകൊണ്ട് നോക്കണം, വാഗൊണ്ട് പറയണം, മൂക്കൊണ്ട് അതിനെ ഉമ്മ വെച്ച് അല്ലെങ്കിൽ അതിനെ മുത്തി പിന്നെ അതിന്റെ ഗന്ധം അറിയണം. നമ്മൾ വായിക്കുന്നത് നമ്മൾ തന്നെ കേട്ട് നമ്മൾ ചെവിയെ വിശദീകരിക്കണം, നമ്മളതിനെ സ്പർശിക്കണം. അങ്ങനെ ശരീരത്തിൽ കൂടിയാണ് ഇത് ഉള്ളിലേക്ക് കയറുന്നത്. ആ ശരീരത്തിൽ കൂടി ഉള്ളിൽ കയറണമെങ്കിൽ ശരീരം വിശുദ്ധമായിരിക്കണം. ശരീരം നമ്മൾ വിശുദ്ധിയായി കാത്തു സൂക്ഷിക്കുമ്പോൾ വചനം അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കും. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവന വിശുദ്ധിയുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കും. സ്വസ്തോസിന്റെ ക്രമത്തിൽ ഒരു പ്രാർത്ഥന പ്രകാരമുണ്ട്. കർത്താവെ, ഞങ്ങളുടെ ആത്മാക്കളെ നീ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ നീ വെടിപ്പാക്കുകയും ചെയ്യണം. ശരീരം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ അശുദ്ധമാക്കുന്നത് നമ്മുടെ ശരീരമാണ്. ഈ ഒരു മാർഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരാതെ നമ്മളും നമ്മുടെ തലമുറയും വചനത്തിലൂടെയും ആരാധനയിലൂടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഇത് ശക്തി കിട്ടില്ല. ശക്തി വേണം. ദൈവരാജ്യത്തിന്റെ അനുഭവം വേണമെങ്കിൽ ശക്തി വേണം. ശക്തി ഞാൻ എപ്പോഴും പറയുന്ന കാര്യം പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കാം. ഉടനെ ഞാൻ അവസാനിപ്പിക്കും. 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കും. എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അധികാരം പറഞ്ഞ് 3 പേർക്കും സഭ പരിശുദ്ധാത്മാവിൽ ചില അധികാരങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ ശക്തി എവിടെ? അതാണ് ചോദ്യം. അധികാരം സൗജന്യമാണ്, പക്ഷേ ശക്തിക്ക് വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കണം. ഈ ശക്തി ലഭിച്ചു കഴിയുമ്പോൾ വിശുദ്ധി നമ്മളിലേക്ക് വരും. വിശുദ്ധി വന്നു കഴിഞ്ഞാൽ, വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിശുദ്ധരായി തന്നെ നിലകൊള്ളണമെന്ന് തോന്നും. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും എല്ലാം അശുദ്ധമാക്കുന്ന എല്ലാ സാധ്യതകളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു പാട്ടുപെട്ടിയായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് എന്തും ലഭിച്ചു. പക്ഷേ ഒരു വചനം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം 15-ാം വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം 15-ാം വാക്യം മൈക്കിൽ കൂടി ഒരാൾക്ക് വായിക്കാമോ? യെശയ്യാവിന്റെ പുസ്തകം ക്ഷമിക്കണം, നിങ്ങൾ 33-ാം അധ്യായമാണ് 15-ാം വാക്യം. 30 അല്ല, 33. നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈകുടഞ്ഞു കളയുകയും രക്തപാതകം കേൾക്കാതെ വന്ന ചെവി പൊത്തിക്കളയുകയും ദോഷം കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് പൊത്തിക്കളയുകയും ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഉയരങ്ങളിൽ വസിക്കും. പാറ കോട്ടകൾ അവന് അഭയകേന്ദ്രമാകും. അവന് അപ്പം മുടങ്ങുകയില്ല. അല്ലെ, ഒരു കാര്യമാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദോഷം കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് പൊത്തിക്കളയണം. പൊർഫീരിയോസ് എന്ന് പറഞ്ഞൊരു പരിശുദ്ധനാണ്. പൊർഫീരിയോസ് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിലെ ഒരു വിശുദ്ധനാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഒരു കാര്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നത് ഈയിടയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു.
നമുക്കൊരു വെർച്യു വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു തിന്മയെ നമുക്ക് അകറ്റണമെന്നുണ്ടെങ്കിൽ അത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത്. അതായത് ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ കോപത്തിന് അടിമയാണെന്ന് വിചാരിക്കുക. മുൻകോപം. എല്ലാ ദിവസവും ഒന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ മുൻകോപം മാറ്റണമേ, എൻ്റെ മുൻകോപം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നതല്ലാതെ ഇത് മാറുന്നുമില്ല എന്ന് മാത്രമല്ല, ഇത് വർദ്ധിച്ചു വരികയും കൂടെ ചെയ്യും. അപ്പോൾ ആ പരിശുദ്ധം പറയുകയാണ്, ഇത് മാറാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടല്ല മാറ്റേണ്ടത്. പിന്നെയോ ഇതിന് പകരമായി അതിനെ കവർ ചെയ്യുന്ന മറ്റൊന്നിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതായത് ഉദാഹരണത്തിന്, കോപം ശക്തമായിട്ടുള്ള ഒരാൾ ക്രിസ്തു സാന്നിധ്യത്തിൽ വന്നതുകൊണ്ട് കർത്താവിന്റെ മനസ്സലിവിനെ പറ്റി ധ്യാനിക്കണം. കർത്താവിന്റെ മനസ്സലിവ്, അതായത് കോപത്തെ പറ്റി ചിന്തിക്കരുത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങളാവും. ആത്മീയമായ വ്യാപാരത്തിൽ ചിന്തിക്കുന്നത് അങ്ങനെയേ ആയിത്തീരും, ഒരു സംശയം വേണ്ട. അപ്പോൾ ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെയും അവന്റെ മനസ്സലിവിനെയും ദയയും കാരുണ്യത്തെയും നമ്മൾ കൂടുതൽ ധ്യാനിച്ച് കോപത്തെ മാറ്റുകയല്ല, മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. കാരണം വെളിച്ചം വിതറുമ്പോൾ ഇരുള് നീങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇരുളിന് വെളിച്ചത്തിന് മുമ്പിൽ നിൽക്കുവാൻ സാധ്യമല്ല. ഇപ്പോൾ ഈ മുറി മുഴുവൻ ഇരുട്ടാണെന്ന് വിചാരിക്കുക, തെള്ളി ഇതിനെ വെളിക്കളയാൻ പറ്റുള്ളൂ. പിന്നെന്താ ചെയ്യുന്നത്? ഒരു മെഴുകുതിരി കത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. മെഴുകുതിരി കത്തിക്കുക. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ അവൻ ദൈവത്തോടു കൂടിയായിരുന്നു, സകലതും അവൻ മുഖാന്തരമുള്ളതായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവന് ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. ഇരുളിന് സാധ്യമാവില്ലത്. വചനം വെളിച്ചമാണ്. വിത്തുപോലെ അത് നമ്മുടെ ഉള്ളിൽ വിതറപ്പെടുമ്പോൾ ഉള്ളിലിരിക്കുന്നത് കട്ടിയായിട്ടുള്ള മുതലുമാണോ, അത് വഴിയേരിയ പോലെ തോന്നുന്ന പോലെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതോ നമ്മുടെ ധനമോഹ ചിന്തകളും ലോകത്തിന്റെ വഞ്ചനയും കൊണ്ട് നമ്മളതിനെ ഞെരിച്ചു കളയുവാണോ, അതോ നല്ല നിലത്തിലേക്ക് മറിയാം സ്വീകരിച്ച പോലെ സ്വീകരിക്കുകയാണോ? ഈ നല്ല നിലമാകുവാൻ നമ്മൾ അതിനുവേണ്ടി കുറച്ച് വില കൊടുക്കേണ്ടി വരും. നല്ല നിലമാക്കിത്തരും കർത്താവ്. അതിനായിട്ട് ചിലപ്പോൾ ഒരു ഉഴുതൽ അല്ലെങ്കിൽ ഒരു ഉഴുമറിച്ചിലൊക്കെ നടന്നെന്ന് വരും. ജീവിതത്തിൽ ദൈവം ഒരാളെ പിടിക്കുന്നുണ്ടെങ്കിൽ അവനെ ആദ്യം തകർക്കും എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. നിങ്ങളുടെ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഭാരങ്ങളോ പ്രതിസന്ധികളോ താങ്ങാൻ വയ്യാത്ത വേദനകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ദൈവം അറിയാതെ, കർത്താവ് അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അത് നിങ്ങളെ ഉഴുന്നു മറിച്ച് അവിടെ നല്ലൊരു പ്രതലമാക്കിയെങ്കിൽ മാത്രമേ അവിടെ പരിശുദ്ധാത്മാവുന്ന ജീവജല നദി ഒഴിച്ചിട്ട് അവിടെ വചനമാവുന്ന വിത്തിട്ടാൽ അതിന്റെ മധ്യേ ജീവവൃക്ഷം വളർന്നു വരും. ഇപ്പൊ മാമോദീസയിൽ ഒരു ജീവവൃക്ഷം നട്ടിട്ടുണ്ട്, അതെല്ലാം ഉണങ്ങിക്കരിഞ്ഞു പോയി. അതുകൊണ്ടാണ് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ പഴയ മനുഷ്യരായിട്ട് തന്നെ ഇരിക്കുന്നത്. അയൽവക്കക്കാരനെ കാണുമ്പോൾ ഈർഷ്യ, പിണക്ക, പക, അസൂയ, ജാരശങ്ക, ദ്വന്ദ്വപക്ഷം, അസൂയ, വ്യഭിചാരം, കാമമോഹം എല്ലാം ഉള്ളിൽ വരുന്നത് എന്താണ്? മാമോദീസയിൽ നട്ടും വിറ്റിട്ടും പക്ഷേ വളർന്നില്ല, അതെല്ലാം കരിഞ്ഞുപോയി. വിഷമിക്കണ്ട. അഹറോന്റെ വടിയെ ഒറ്റ രാത്രി കൊണ്ട് തളർപ്പിക്കുവാൻ കഴിയുന്നവൻ നമ്മോട്. ഒറ്റ രാത്രി കൊണ്ടാണ് തളർത്തുന്നത്. ഒരു കൂണ് ഒറ്റ രാത്രി കൊണ്ടാണ് മുളയ്ക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് അഹറോന്റെ വടി തളർത്തുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. നമ്മുടെ മുമ്പിൽ ഒരു കൂണെങ്ങനെയാണ് മുളയ്ക്കുന്നത്? നിമിഷ നേരം കൊണ്ടാണ് വളർന്നിങ്ങനെ നിൽക്കുന്നതാണ്. ദൈവരാജ്യം അതുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് നല്ല നിലത്തിലേക്ക് നമ്മുടെ വിത്തുകളെ വെക്കണം. ഒരു കാര്യം മാത്രം, ഒന്നിനെയും ഭയക്കരുത്. ഭയം ഇന്ന് മനുഷ്യനെ അലട്ടിയിരിക്കുന്ന വിഷയമാണ്. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നതല്ല, ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുക. വേറെ വിഷയത്തിലേക്ക് കയറിയാന്ന് വിചാരിക്കുന്നു. ഭയക്കരുത്. സ്നേഹത്തിന്റെ ഓപ്പോസിറ്റ് വാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയമാണ്. രണ്ട് ഊർജങ്ങളെ ഈ ലോകത്തുള്ളൂ. ഒന്ന് ലവ് എനർജി, രണ്ട് ഫിയർ എനർജി. കർത്താവിനുള്ള സ്നേഹം വർദ്ധിച്ചു വരുവാൻ
ഓരോ പെരുന്നാളിലും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള ഈ വിത്തുകളുടെ പെരുന്നാൾ നല്ല നിലത്ത് വചനത്തെ സ്വീകരിച്ച് അത് ജഡമായി തീർത്ത് നമുക്ക് തന്ന ആ ദൈവമാതാവ് നിങ്ങളോടും എന്നോടും ആവശ്യപ്പെടുന്നു. നിങ്ങൾ അവൻ്റെ ശരീരം ഭക്ഷിച്ചിട്ട് നിങ്ങൾ വചനത്തെ നല്ല നിലത്ത് വിതറൂ, എന്നിട്ട് അകത്ത് ജീവവൃക്ഷം വളർത്തൂ. അതിൽ നിന്നാണ് ഫലം കഴിക്കുന്നത്. സ്നേഹ, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാര, വിശ്വസ്ത, സാമൂഹ്യ, ഇന്ദ്രജയം എന്ന ആത്മാവിന്റെ ഫലങ്ങൾ ഒരു വൃക്ഷത്തിൽ നിന്നേ കായ്ക്കത്തുള്ളൂ. ഫലം ഉണ്ടാകുന്നത് വൃക്ഷത്തിൽ നിന്നാണ്. ആ വൃക്ഷം ജീവന്റെ വൃക്ഷമാണ്. അത് മാമോദിസായിൽ നിങ്ങളുടെ ഉള്ളിൽ ഇട്ട വിത്ത് ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായോ അത്രയും വയസ്സ് പ്രായമുള്ള ഒരു തഴച്ച വൃക്ഷമായിട്ട് കർത്താവായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിൽ നിന്നാണ് ഈ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികളായിട്ട് നമ്മൾ അവശേഷിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ദേവാലയത്തിന്റെ പെരുന്നാൾ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദവും സന്തോഷപ്രദവുമാകട്ടെ. പരിശുദ്ധ മാതാവിന്റെ വിത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ പാകുന്ന വചനത്തിന്റെ വിത്ത് ജീവവൃക്ഷമായിട്ട് വളരട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാർഷിക വിളവുകളും നിങ്ങൾക്കുള്ള സകല സമ്പത്തും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ദൈവനാമം മാത്രം.